السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. നമ്മുടെ ഫിഖ് പഠന ക്ലാസ്സിൽ കിതാബു സ്വലാ നിസ്കാരം എന്ന വിഷയത്തിൽ ബാബു ഷുറൂത്തി സ്വലാ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്ന അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1405 വരെയുള്ള മസ്അലകളാണ് നമ്മൾ പഠിച്ചത്. 115 പേജിൽ 1406 മസ്അലയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ويمكن تقدير الإبراد بالساعة قبل أن تصلي الظهر قبل دخول وقت العصر بما يقرب من نصف ساعة. കഴിഞ്ഞ ദിവസം പറഞ്ഞു പോയത് ളുഹർ വൈകിപ്പിക്കണം എന്ന് പറഞ്ഞു. ചൂടാണെങ്കിൽ, ശക്തമായ ചൂടുണ്ടെങ്കിൽ ളുഹർ വൈകിപ്പിക്കലാണ് അഫ്ളൽ, ശ്രേഷ്ഠമായത്. അതാണ് മുഅ്മിനീങ്ങൾക്ക് കൂടുതൽ സൗകര്യമെങ്കിൽ. ഇനി അതല്ല, എല്ലാവരും പള്ളിയുടെ സമീപത്താണ്, അല്ലെങ്കിൽ എല്ലാവർക്കും വാഹനമുണ്ട്, പള്ളി AC ആണ്, അങ്ങനെ വൈകിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല, അല്ലെങ്കിൽ നേരത്തെ നിസ്കരിച്ചാൽ പ്രയാസമൊന്നുമില്ല എങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ അഫ്ളൽ പറയാനില്ല. കാരണം വൈകിപ്പിക്കാൻ പറഞ്ഞത് ചൂട് കാരണം ബുദ്ധിമുട്ടാകുമെന്നുകൊണ്ടാണ്. ആ ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ പ്രത്യേകം അങ്ങനെ ആവശ്യമില്ല. ഇനി അങ്ങനെ വൈകിപ്പിക്കൽ മണിക്കൂർ കണക്കാക്കി പറയുകയാണെങ്കിൽ അതെങ്ങനെ കണക്കാക്കുന്നതാണ്. അതാണ് വയുംകിനു തഖ്ദീറുൽ ഇബ്റാദി ബിസ്സാഅത്തി. ഈ വൈകിപ്പിക്കുക എന്നത് മണിക്കൂർ വെച്ച് കണക്കാക്കുകയാണെങ്കിൽ അൻ തുസല്ലിയ ളുഹ്റ ഖബ്ല ദുഖൂലി വഖ്തിൽ അസ്ർ ബിമാ യഖ്റുബു മിൻ നിസ്ഫി സാഅ. അസ്ർ നിസ്കാരത്തിന് സമയമാകുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് ളുഹ്ർ നിസ്കരിക്കുക എന്ന് നമുക്ക് ഏകദേശം പറയാം. അപ്പോൾ ളുഹ്ർ അപ്പോഴാണ് ചൂട് കുറയുക. ഏതാണ്ട് അസ്ർ അടുത്ത് വരുമ്പോൾ സൂര്യൻ അതിന് കഠിനമായ സാഹചര്യമൊക്കെ മാറി ചൂട് കുറഞ്ഞു വരുന്ന സമയം. അപ്പോൾ അസ്ർ ബാങ്കിൻ്റെ അരമണിക്കൂർ മുമ്പ് വരെ ളുഹ്ർ നീട്ടിക്കൊണ്ടു പോകൽ അഫ്ളലാണ്, ചൂട് കൊണ്ട് പ്രയാസമുണ്ടെങ്കിൽ. പള്ളിയിൽ ജമാഅത്തടക്കം അങ്ങനെ വൈകിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ. ഇത് ജമാഅത്തിന് മാത്രമല്ല, അടുത്ത മസ്അല ഇത് ജമാഅത്തിന് മാത്രമല്ല, യുസ്തഹബ്ബുൽ ഇബ്റാദു ഫീ ഹഖ്ഖിൽ മുൻഫരിദി അയ്ളാ. ഒറ്റക്ക് നിസ്കരിക്കുന്നവരാണെങ്കിലും അയാൾക്കും ഈ കാര്യം ആ നിലക്ക് സുന്നത്താണ്, അഫ്ളലായ കാര്യമാണ്. ഒറ്റക്ക് നിസ്കരിക്കുകയാണ്, അയാൾ കൊടും ചൂടത്ത് പണിയെടുക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ അവിടെ നിസ്കരിക്കാൻ സൗകര്യമുണ്ട്, അവിടെ നിസ്കരിക്കുന്നു എങ്കിൽ ളുഹ്ർ ബാങ്ക് വിളിച്ച ഉടനെ നിസ്കരിക്കണ്ട. ചൂട് കുറച്ചൊക്കെ ഒന്ന് ആറി ഒന്നൊരാശ്വാസം വന്നിട്ട് അയാൾ നിസ്കരിച്ചാൽ മതി. അതാണ് അഫ്ളൽ. നബിയുടെ ചെയ്തി കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. നബി തങ്ങൾ വൈകിപ്പിച്ചു. ബാങ്ക് വിളിക്കാൻ വന്നപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇല്ല അബരി, കുറച്ചുകൂടെ തണുക്കട്ടെ എന്ന് പറഞ്ഞ് കാത്തിരുന്നു. പിന്നെയും ബാങ്ക് വിളിക്കാൻ വന്നപ്പോൾ നബി പറഞ്ഞു, ആയിട്ടില്ല, കുറച്ചുകൂടെ കാത്തിക്കയറുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ബാങ്ക് വിളിക്കാൻ വന്നപ്പോൾ അപ്പോഴും നബി തങ്ങൾ പറഞ്ഞു, ആയിട്ടില്ല. അങ്ങനെ ഈ നേലുകൾ കുന്നുകളോട് സമമായി വരുന്ന സമയം വരെ നബി ഞങ്ങൾ കാത്തുന്നു. അങ്ങനെ നേലൊക്കെ കുറച്ച് നീണ്ട് അല്പം ഒരു ചൂടൊക്കെ കുറഞ്ഞ സമയമായപ്പോൾ നബി ഞങ്ങൾ പറഞ്ഞു, കാമത്ത് വിളിച്ചോ, നമുക്ക് നിസ്കരിക്കാം എന്ന് പറഞ്ഞ് നിസ്കരിച്ചു. അപ്പോൾ അതുപ്രകാരം ചൂട് കഠിനമാണ് എങ്കിൽ ജമാഅത്താവട്ടെ ഇനി ഒറ്റക്കാവട്ടെ എങ്ങനെയാണെങ്കിലും ളുഹ്ർ നിസ്കാരം വൈകിപ്പിക്കലാണ് അയാൾക്ക് അഫ്ളൽ. റജുലൻ കാന അവ ഇംറഅതൻ, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ശരി, എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. ഇദാ കാന യതഅദ്ദാ ബിശിദ്ദത്തിൽ ഹർരി, കഠിനമായ ചൂട് കൊണ്ട് പ്രയാസപ്പെടുന്നുവെങ്കിൽ. അതൊന്നുമല്ല, അയാൾ വീട്ടിനുള്ളിലാണ്, അയാൾക്ക് പ്രശ്നമൊന്നുമില്ല, അവിടെ തന്നെ ബാത്റൂം ഉണ്ട്, അവിടെ നിന്ന് ഒതുക്കാൻ സൗകര്യമുണ്ട്, നിസ്കരിക്കാൻ പുറത്തിറങ്ങേണ്ട, ചൂട് കൊള്ളേണ്ട ഒന്നുമില്ല എങ്കിൽ ഓക്കെ, അയാൾക്ക് നേരത്തെ നിസ്കരിക്കാം. അതൊന്നുമല്ല, ഒതു ചെയ്യാൻ വേണ്ടി ഇറങ്ങിപ്പോകണം, പോണ വഴിക്ക് വെയിൽ കൊള്ളും, ശക്തമായ ചൂടുണ്ട്, സൂര്യാതാപം ഏൽക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെയൊക്കെയാണെങ്കിൽ അതിനൊക്കെ അവഗണിച്ചുകൊണ്ട് അയാൾ നിസ്കരിക്കാൻ പോകണോ? വേണ്ട. അപ്പം അയാളെക്കുറിച്ച് കാത്തിരിക്കുകയാണ്
നല്ലത്. ലിവുജൂദിൽ ഇല്ലത്തില്ലത്തി ശുരിഅൽ ഇബ്റാദു മിൻ അജ്ലിഹാ, എന്തിനു വേണ്ടിയാണോ ളുഹർ വൈകിപ്പിക്കാൻ പറഞ്ഞത് ആ കാരണം ഇവരുടെ വിഷയത്തിലുമുണ്ട്. ആണാവട്ടെ പെണ്ണാവട്ടെ ഒറ്റക്ക് നിസ്കരിക്കുന്നതാവട്ടെ, അവർക്കൊക്കെ ഈ കാരണമുണ്ടെങ്കിൽ അവർക്കെല്ലാം അത് സുന്നത്ത് തന്നെയാകുന്നു. എന്നാൽ 1408 മസ്അല, ലാ യുസ്തഹബ്ബുൽ ഇബ്റാദു ബിൽ ജുമുഅത്തി, ജുമുഅ അങ്ങനെ വൈകിപ്പിക്കൽ സുന്നത്തില്ല. വഹാദാ ഖൗലുൽ ജുംഹൂർ, അതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ചിലരൊക്കെ പറഞ്ഞു ളുഹർ പോലെ തന്നെ ജുമുഅയും വൈകിപ്പിക്കാം, അവിടെയും ഇതേ പ്രയാസമുണ്ടല്ലോ എന്നാണ് അവർ ന്യായമായി പറഞ്ഞത്. എന്നാൽ സുന്നത്തില്ല എന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. കാരണം ലിഅന്നൽ ഇബ്റാദ യസീദുൽ മശഖ്ഖത അലൽ മുസല്ലീൻ, കാരണം ജുമുഅ വൈകിപ്പിക്കുക എന്നത് നിസ്കരിക്കുന്ന ആളുകൾക്ക് കൂടുതൽ പ്രയാസമുണ്ടാക്കുകയുള്ളൂ. ലിജിത്തിമാഇഹിം ഫിൽ മസ്ജിദി, അവർ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടാകുമല്ലോ. 10 ദിവസം നേരത്തെ വരും, ജുമുഅക്കൊക്കെ ആളുകൾ നേരത്തെ വരുന്നു. ആ സമയമാകുമ്പോൾ ബാങ്ക് വിളിക്കുമ്പോഴല്ല കാത്തിക്കാം, കുറച്ച് മുമ്പേ തന്നെ ആളുകൾക്ക് പുറപ്പെട്ടൊക്കെ വന്നതിന് ശേഷം ചൂടാണ്, നമുക്ക് 3 മണിക്ക് നിസ്കരിക്കാൻ ജുമുഅ എന്ന് പറഞ്ഞാൽ ആ വൈകിപ്പിക്കലാകും ഒരു പക്ഷേ പ്രയാസമായി മാറുക. അതുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് അങ്ങനെ സുന്നത്തില്ല എന്നും ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറയുന്നു. വല്ലാഹു അഅലം. ലാ യുസ്റഉൽ ഇബ്റാദു ഫിൽ അസ്ർ, എന്നാൽ അസ്ർ അങ്ങനെ വൈകിപ്പിക്കൽ ശറഅാക്കപ്പെട്ടതല്ല. ഇത് ളുഹറിന് മാത്രമാണ്. ചൂട് കാരണം വൈകിപ്പിക്കാൻ പറയുന്നത് ളുഹറിന് മാത്രമാണ്, അസ്ർ അതില്ല. വഹാദാ ഖൗലു ആമ്മത്തി അഹ്ലിൽ ഇൽമി, അറിവുള്ളവരിൽ പണ്ഡിതന്മാരിൽ പൊതുവെ എല്ലാവരുടെയും പൊതുവായ അഭിപ്രായം ഇതാകുന്നു. ലിഅദമി വുറൂദിഹി ഫി സുന്ന, എന്തുകൊണ്ടില്ല, ഹദീസിൽ അങ്ങനെ പ്രത്യേകിച്ച് വന്നിട്ടില്ല. ബാക്കി വൈകിപ്പിക്കാം, അത് പാടില്ല എന്നല്ല, പക്ഷെ അത് സുന്നത്താണ് അഫ്ളലാണ് പറയണമെങ്കിൽ തെളിവ് വേണം. അപ്പം ളുഹർ പിന്തിപ്പിക്കാൻ പറഞ്ഞു, നബി ഞങ്ങൾ പിന്തിപ്പിച്ചു. അപ്പം നബിയുടെ പ്രവൃത്തിയുമുണ്ട്, നബിയുടെ അധ്യാപനവുമുണ്ട്. എന്നാൽ അസ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ട് അസ്ർ അങ്ങനെ പിന്തിപ്പിക്കാൻ സുന്നത്താണോ എന്ന് വെച്ചാൽ ഇല്ല, സുന്നത്തില്ല. ഒരാൾക്ക് വേണമെങ്കിൽ സൗകര്യത്തിന് അസ്ർ അല്പം നീട്ടി ഒക്കെ കുഴപ്പമൊന്നുമില്ല. അസ്റിന് അഫ്ളലായ സമയം ഏത് എന്ന് ചോദിച്ചാൽ ആദ്യ സമയം തന്നെയാണ് അഫ്ളലായ. മറ്റ് നിസ്കാരങ്ങളെപ്പോലെ അസ്റും ആദ്യ സമയത്ത് നിസ്കരിക്കൽ തന്നെയാണ് അഫ്ളൽ. ളുഹർ മാത്രമാണ് അങ്ങനെ സമയം വൈകിപ്പിച്ച് നിസ്കരിക്കാൻ പ്രത്യേകമായി പറഞ്ഞത്. അമ്മ സ്വലാത്തുൽ ഇശാഇൽ ആഖിറ, എന്നാൽ ഇശാഇൻ്റെ ഇശാ നിസ്കാരം, ഇശാഉൽ ആഖിറ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഇശാ, അഥവാ മഗ്രിബിനും ഇശാ എന്ന് പറയാം. മഗ്രിബിനും ഇശാവും കൂട്ടിയിട്ട് ഇശാഅൈനി എന്ന് പറയാറുണ്ട്. ഒന്നാമത്തെ ഇശാ എന്ന് പറഞ്ഞാൽ മഗ്രിബാണ്, അവസാനത്തെ ഇശാ രണ്ടാമത്തെ ഇശാ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഇശാഉമാണ്. അത് ഫഇന്നഹു ഇദാ കാനത് തഅഖീറുഹാ ഇലാ ആഖിരി വഖ്തിഹാ അൽ ഇഖ്തിയാരി, ഇഖ്തിയാരിയായ സമയത്തിൻ്റെ അവസാനത്തേക്ക് ബന്ധിപ്പിക്കുക. ഇഖ്തിയാരി സമയം ഏതാണ്? ശഫഖ് മാഞ്ഞത് മുതൽ നിസ്ഫുൽ ലൈൽ, രാത്രിയുടെ മധ്യം വരെ. ഇൽത്തിറാറിയായ സമയം എന്നത് സുബ്ഹി വരെ. ഈ ഇഖ്തിയാരിയ സമയത്തിൻ്റെ അവസാനത്തേക്ക് അഥവാ നിസ്ഫുൽ ലൈൽ, അർദ്ധരാത്രിയിലേക്ക് വൈകിപ്പിക്കലാണ് ഖൈർ എങ്കിൽ അതാണ് ലാ മശഖ്ഖത ഫീഹൽ മഅ്മൂമീൻ, മഅ്മൂമിയർക്ക് ഇത് പ്രയാസമില്ല എങ്കിൽ ഫഹുവ അഫ്ളലു, അതാണ് ശ്രേഷ്ഠമായത്. ഇശാ ബാങ്ക് വിളിച്ച ഉടനെ നിസ്കരിക്കാനാണോ ശ്രേഷ്ഠം, അതല്ല വൈകലാണോ ശ്രേഷ്ഠം എന്ന് വെച്ചാൽ മഅ്മൂമിയർക്ക് പ്രയാസമൊന്നും ഇല്ലെങ്കിൽ വൈകലാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. ഇപ്പോൾ നാട്ടിൽ എല്ലാവരും കച്ചവടക്കാരാണ്, എല്ലാവരും കടപൂട്ടിക്ക് വരുമ്പോഴേക്കും 9:30-10 മണിയാവും. ആ സമയത്ത് നിസ്കരിച്ചവർക്ക് കൂടി സൗകര്യമാണ് എങ്കിൽ ഏറ്റവും നല്ലത് ജമാഅത്ത് തന്നെ ആ സമയത്തേക്ക് നീട്ടലാണ്. തെളിവെന്താണ്? ലിമാ റവൽ ബുഖാരിയു വ മുസ്ലിമുൻ അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അബൂ ഹുറൈറ പറയുന്നു, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യസ്തഹിബ്ബു അൻ യുഅഖറ അൽ ഇശാ ഇലാ സുലുസിൽ ലൈലി ഔ ശത്രിൽ ലൈൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇശാ നിസ്കാരം വൈകിപ്പിക്കൽ ഇഷ്ടമായിരുന്നു. ഇലാ സുലുസുൽ ലൈൽ, രാത്രിയുടെ 3/1 വരെ, ഔ ശത്രിൽ ലൈൽ, രാത്രിയുടെ പകുതി വരെ ഒക്കെ ഇശാ പിന്തിപ്പിക്കൽ നബിക്ക് ഇഷ്ടമായിരുന്നു എന്ന് അബൂ ഹുറൈറ പറഞ്ഞു. ഇമാം ബുഖാരി മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചു. وإن كان الأرفق بهم التبكير بالصلاة بكر بها, എന്നാൽ അതേസമയം മൗമിയക്ക് കൂടെ സൗകര്യം നേരത്തെ നിസ്കരിക്കലാണ് എങ്കിൽ നേരത്തെ നിസ്കരിക്കാം. വരുന്ന എല്ലാ ആളുകൾക്കും സൗകര്യം നേരത്തെ ഇശാ നിസ്കരിക്കലാണ് എങ്കിലാവാം. അതാണപ്പോൾ നല്ല. അപ്പോൾ മൗമിയുടെ സൗകര്യം കൂടിയാണ് അവിടെ
പരിഗണിക്കേണ്ടത്. അതൊക്കെ സ്ഥിരം വരുന്ന മഅ്മൂമികളെയാണ്. ഇപ്പം ടൗൺ പള്ളി, മെയിൻ റൂട്ടിലെ പള്ളി, ഇതൊന്നും മഅ്മൂമികൾ അങ്ങനെ ക്ലിപ്തപ്പെടുത്തപ്പെടാവില്ല. പല ആളുകളുടെ യാത്രക്കാരും മറ്റൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ ടൈം ഫിക്സ് ചെയ്യുക, ടൈമിന് നിസ്കരിച്ച് പോകാം. അതേസമയം ഒരു ഗ്രാമപ്രദേശത്തെ പള്ളിയാണ്, കുറച്ച് താമസക്കാരുടെ ഇടയിലുള്ള പള്ളിയാണ്, ആ പള്ളി സ്ഥിരം വരുന്ന മഅ്മൂമികൾ ഒരേ ടീമാണ്, പുറത്തുനിന്നാരും വരാനില്ല. സാധാരണ അവിടെ വരുന്ന കുറച്ച് ആളുകളുണ്ട്, അവിടെ തന്നെ ആയിരിക്കും എല്ലാ ഭക്തരും ഉണ്ടാവുക. എങ്കിൽ അവിടെ കൂടിയാലോചിച്ച് അവരൊക്കെ സൗകര്യം, രാത്രി ഭക്ഷണം കഴിച്ച് ഒരു 9:30-10 നമുക്ക് നിസ്കരിക്കാം, അതാണ് സൗകര്യം എന്നാണ് അവർക്കെങ്കിൽ അതാണ് അഫ്ളൽ. നബിക്ക് അങ്ങനെ വൈകിപ്പിക്കൽ ഇഷ്ടമായിരുന്നു. ലിമാ റവാ ബുഖാരിയു വമുസ്ലിമുൻ അൻ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഖാൽ, ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ളുഹ്റ ബിൽ ഹാജിറ, നബി തങ്ങൾ ളുഹ്ർ ഉച്ച സമയത്ത് നിസ്കരിക്കാറുണ്ട്. വൽ അസ്റ, അസ്ർ നിസ്കരിക്കാറുണ്ട്. വശംസു നഖിയ്യ, സൂര്യൻ നല്ല തെളിഞ്ഞ അവസ്ഥയിലാകുമ്പോൾ അസ്ർ നിസ്കരിക്കലുണ്ട്. അഥവാ അസ്തമിക്കാനൊന്നും പോകാതെ അതിന് മുമ്പേ തന്നെ സമയമായ ഉടനെ നബി തങ്ങൾ നിസ്കരിക്കാറുണ്ട്. വൽ മഗ്രിബ ഇദാ വജബത്, സൂര്യ അസ്തമിച്ചാൽ മഗ്രിബ് നിസ്കരിക്കലുണ്ട്. വൽ ഇശാ, ഇശാ അഹ്യാനൻ യുഅഖിറുഹാ വ അഹ്യാനൻ യുഅജ്ജിൽ, ചിലപ്പോൾ നബി തങ്ങൾ ഇശാ വൈകിപ്പിക്കും, ചിലപ്പോൾ ഇശാ നേരത്തെ നിസ്കരിക്കുകയും ചെയ്യും. അപ്പോൾ ഇശാ രണ്ടും പറ്റുന്ന മനസ്സിലായി. നബി വൈകിപ്പിക്കലുമുണ്ട്, നേരത്തെ നിസ്കരിക്കാറുമുണ്ട്. അപ്പം മഅ്മൂമികളുടെ സൗകര്യം പരിഗണിച്ചുകൊണ്ട് വൈകിപ്പിക്കലാണ് നല്ലതെങ്കിൽ വൈകിപ്പിക്കൽ ശ്രേഷ്ഠം. അതല്ല മഅ്മൂമികൾക്കെല്ലാം സൗകര്യം നേരത്തെ നിസ്കരിക്കലാണ് എങ്കിൽ നേരത്തെ നിസ്കരിക്കുകയും ആവാം. കാന ഇദാ റആഹും ഖദ് ഇജ്തമഉ അജ്ജല, നബിയുടെ പതിവ് എല്ലാവരും വന്നു എന്ന് കണ്ടാൽ നബി വേഗം നിസ്കരിക്കും. ഇശാ ബാങ്ക് വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏതാണ്ട് സ്ഥലം വരുന്നവരൊക്കെ പള്ളിക്കലുണ്ട്. അപ്പം ഇനി അവിടെ വൈകിപ്പിച്ച ബുദ്ധിമുട്ടാണ്, നിസ്കാരം കഴിഞ്ഞാൽ ഒരിക്കൊക്കെ പോവാലോ. അപ്പം നബി നേരത്തെ നിസ്കരിക്കും. വഇദാ റആഹും ഖദ് അബ്തഉ, എല്ലാവരും ഒരു അല്പം വൈകിട്ടുണ്ട് എന്ന് കണ്ടാലോ അഖറ, നബി തങ്ങൾ ഇശാ പിന്തിപ്പിക്കുകയും ചെയ്യും. ബാങ്ക് കൊടുത്തു, വല്ലതാരും വന്നിട്ടില്ല, എന്നാൽ പിന്നെ ആയിക്കോട്ടെ എല്ലാവരും വന്നോട്ടെ, വന്ന് നിസ്കരിക്കാം എന്നൊക്കെ നബി നിസ്കാരം പിന്തിപ്പിക്കാറാണ് പതിവ്. വൽ ഫജ്റ, ഫജ്റാവട്ടെ കാന യുസല്ലിഹാ ബിഗലസ്, നബി തങ്ങൾ ഫജ്ർ നിസ്കരിക്കൽ ഇരുട്ടത്തായിരുന്നു. ഫജ്ർ നിസ്കരിച്ച് കഴിയുമ്പോഴും വെളിച്ചം വെച്ചിട്ടുണ്ടാവില്ല, പ്രഭാതം വിടന്നിട്ടുണ്ടാവില്ല, സൂര്യ ഉദിച്ചിട്ടുണ്ടാവില്ല. വെളിച്ചമില്ലാത്ത സമയത്ത് ഇരുട്ടിൽ തന്നെയാണ് നബി തങ്ങൾ ഫജ്ർ നിസ്കരിക്കാറുണ്ടായിരുന്നത്. ബുഖാരി മുസ്ലിം. ഇമാമിന് ഇഷ്ടം, നേരത്തെ പറഞ്ഞല്ലേ ഇമാമിന് ഇഷ്ടം. അതേസമയം ഒരു സമയം ഔദ്യോഗികമായി ഒരു സമയം നിശ്ചയിച്ചു എങ്കിൽ പിന്നെ അതാണ്. അപ്പം നമ്മൾ സാധാരണ പള്ളിക്കപ്പം അങ്ങനെയാണ്, ഒരു സമയം നിശ്ചയിച്ചു, അതവിടെ പരസ്യപ്പെടുത്തി. അപ്പം നമ്മൾക്ക് അവിടെ നിശ്ചയിച്ചു മാത്രമല്ല, അത് ബോർഡ് വെച്ചു, പരസ്യപ്പെടുത്തി, ആര് വന്നാലും കാണാം സമയം ഇന്നതാണ്. അപ്പം പിന്നെ അത് ഫോളോ ചെയ്താണ് ഇമാമും ചെയ്യേണ്ടത്. ഇതൊന്നുമില്ല എങ്കിൽ ഇമാമിനാണ് അധികാരം. നമ്മളങ്ങനെ ഫിക്സ് ചെയ്തിട്ടില്ല, നമ്മളങ്ങനെ എഴുതിച്ചിട്ടില്ല, ഒന്നുമില്ല എങ്കിൽ ഇമാമിനോട് അധികാരമുണ്ട്. ഇമാമ് വരുമ്പോൾ ആളുകൾ നിസ്കരിക്കാവുന്നതാണ് ഒരിക്കലുള്ളത്. ഇമാമാണ് തീരുമാനിക്കുന്നത് എപ്പോൾ ഇഖാമത്ത് വിളിക്കണം. മുഅദ്ദിൻ തീരുമാനിക്കാം ബാങ്ക് വിളിക്കാൻ, എന്നാൽ ഇഖാമത്ത് വിളിക്കാൻ മുഅദ്ദിൻ തീരുമാനിക്കാൻ പറ്റില്ല, അത് ഇമാമാണ് തീരുമാനിക്കേണ്ടത്. അതേസമയം പള്ളിയുടെ ഭാരവാഹികൾ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക ഭരണമാണെങ്കിൽ അവിടുത്തെ ഭരണകർത്താവ് അല്ലെങ്കിൽ അവിടുത്തെ ഔദ്യോഗികമായ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ സമയം പ്രഖ്യാപിച്ച് നിശ്ചയിച്ചു കൊടുത്തു എങ്കിൽ പിന്നെ അത് എഡിറ്റ് ചെയ്ത് പോകാൻ ഇമാമിനവിടെ അവകാശമില്ല. കാരണം അത് ഫോളോ ചെയ്യാനാണ് ആ ഇമാമിനവിടെ നിശ്ചയിച്ചത്. അപ്പോൾ ആ ഇമാം അത് പിന്തുടരുകയാണ് വേണ്ടത്. ഏതായാലും ഇതൊക്കെ ജമാഅത്തിൻ്റെ പ്രാധാന്യമാണ് അറിയിക്കുന്നത്. ഓരോ നിസ്കാരത്തിന് സമയം പറഞ്ഞപ്പോൾ കണ്ടില്ല, എത്ര ആൾ മഅ്മൂമികളെ പരിഗണിക്കുക, അവർ വൈകാണെങ്കിൽ വൈകിപ്പിക്കുക, അവർ നേരത്തെ വന്നാൽ നേരത്തെ നിസ്കരിക്കുക എന്നൊക്കെ പറഞ്ഞ് ശരിക്കുന്നതിനാണ് ജമാഅത്ത് കിട്ടണം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു പള്ളിയിൽ സ്ഥിരം വരുന്ന മഅ്മൂമികൾ, മഹ്സൂറായ മഅ്മൂം എന്ന് പറയും. മഹ്സൂറായ മഅ്മൂം, ക്ലിപ്തപ്പെടുത്തപ്പെട്ട മഅ്മൂമികൾ, അവിടെ വഖ്തിൽ സ്ഥിരം വരുന്ന ആളാണ് എങ്കിൽ അയാളെ കാത്തിരിക്കണം എന്നാണ്. സമയമായി അത് സാധാരണ വരുന്ന ആളാണ്, എത്തിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, അദ്ദേഹം വരുന്നുണ്ടാവും, ചിലപ്പോൾ ബ്ലോക്കപ്പെട്ടതാവും, എൻ്റെ അർജൻറ്റ് അല്ലെങ്കിൽ ഒരു വരവുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യാം, ഒന്ന് വിളിച്ചു നോക്കാം, വരുന്നതാ, അതാ ഞാൻ വരുന്നത് വഴിയിലാണ്, വെയിറ്റ് ചെയ്യാം. അയാൾക്ക് അവകാശമുണ്ട് അവിടെ. നമ്മൾ നേരത്തെ നിസ്കരിച്ച് പിരിയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഫിക്സായ മഅ്മൂമികൾ വരുന്ന പള്ളിയാണെങ്കിൽ അവിടെ അവരൊന്നും കാത്തിരിക്കാതെ നേരത്തെ നിസ്കരിച്ച് പോവുക ഇത് പറ്റും. ഇപ്പം നമ്മൾ ബാങ്ക് കൊടുത്തേക്കുന്നപ്പോൾ നേരത്തെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു, ബാങ്ക് കൊടുത്തപ്പോൾ കഴിഞ്ഞു, ഇനിയിപ്പോൾ 20 മിനിറ്റ് കാത്തിക്കാനാവില്ല, നമ്മൾ നിസ്കരിച്ച് പിരിയാം, അത് പറ്റില്ല.
സ്ഥിരം വരുന്ന മഅ്മൂമികൾ ഉണ്ടെങ്കിൽ അവർ വരാതെ നിസ്കരിക്കാവതല്ല. സമയമായി ഒരു വന്നിട്ടില്ല എങ്കിലൊക്കെ നിസ്കരിക്കാം. സമയത്തിന് മുമ്പേ നിസ്കരിക്കുന്നുവെങ്കിൽ അവരെ കൂടി പരിഗണിക്കണം. നീട്ടിവെക്കുന്ന നിസ്കാരം, ഒരു മീറ്റിംഗ് ക്ലാസ്സൊക്കെ ഉണ്ടായി, ക്ലാസ് കഴിഞ്ഞിട്ട് നിസ്കരിക്കാം എന്ന് പറഞ്ഞു. അവിടെയും ചിലപ്പോൾ ജമാഅത്ത് ലക്ഷ്യം വെച്ച് വരുന്ന ഒരാളുണ്ടാവും, അയാളവിടെ വന്ന് ഇങ്ങനെ കാത്തിക്കേണ്ടി വരും. അത് പറ്റില്ല. അങ്ങനെ ഒരാൾ വരാനുണ്ടെങ്കിൽ അവിടെ സമയത്ത് നിസ്കരിക്കണം. അല്ല, സ്ഥിരം വരുന്ന എല്ലാവരും ആ ക്ലാസ്സിലുണ്ട്, ഇനി വേറെ പുറത്തുനിന്നാലും വരാനില്ല, ഓക്കെ, അവരെ കൂടി തീരുമാനിച്ചു അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് നിസ്കരിക്കാം, ആവാം, വിരോധമില്ല. എന്താണെങ്കിലും മഅ്മൂമികൾക്ക് അവിടെ ഒരു പരിഗണന ഇസ്ലാം കൽപ്പിക്കുന്നു. അഥവാ ഒരു വിധം ത്യാഗം സഹിച്ചൊക്കെ ജമാഅത്തിന് എത്തേണ്ടതുണ്ട് എന്നാണ് ഇതൊക്കെ അറിയിക്കുന്നത്. അല്ലാഹു അഅലം. ഇനി മറ്റൊരു മസലയാണ്. ഇപ്പം ഇതൊക്കെ നമ്മൾ പറഞ്ഞത് സൂര്യ ഉദിച്ചാൽ, സൂര്യ അസ്തമിച്ചാൽ, മധ്യത്തിലായാൽ എന്നൊക്കെയാണല്ലോ. ഇന്നിപ്പോൾ അതൊന്നും നമ്മൾ നോക്കലില്ലല്ലോ. നമ്മളൊന്നും പരിഗണിക്കും. നമ്മളാകെ നോക്കിയപ്പോൾ എന്താണ്, നമ്മൾ കലണ്ടർ എപ്പോഴാണ് സമയം നോക്കും, ആ സമയത്ത് നമ്മൾ വാങ്ങി വിളിക്കും. അവിടെ കൃത്യമായി തെറ്റിയിട്ടുണ്ട് മധ്യത്തിൽ നിന്ന്, അതേപോലെ കറക്റ്റ് സമയത്താണോ എന്നൊന്നും പൊതുവെ പരിഗണിക്കാറില്ല. എങ്കിൽ അവിടെ എന്താ ചെയ്യേണ്ടത്? വഫി ആഖിരി കലാം അലാ ഔഖാത്തി സ്വലാ, നിസ്കാര സമയങ്ങളുടെ ഈ അധ്യായത്തിൽ ചർച്ചയിൽ അവസാനമായി സൂചിപ്പിക്കാറുള്ളത് യഹ്സു തംബീഹു, ഒരു കാര്യം ഉണർത്തൽ നല്ലതാണ്. ഇലാ അന്ന മഅരിഫതഹാ തകൂനു ബിർറുയതി, ഈ സമയമായി എന്ന് അറിയൽ, അതാണ് ഷർത്ത്. സമയം പ്രവേശിക്കുന്ന ഷർത്താണ്. അത് ഇത് കാഴ്ച കൊണ്ടാവാം. എന്നതിന് തുലൂഉൽ ഫജ്ർ, ഫജ്റിന്റെ ഉദയം കണ്ടു, വതുലൂഇ ശംസി, സൂര്യോദയം കണ്ടു, വഗുറൂബിഹ, സൂര്യാസ്തമയം കണ്ടു, വറുയത്തുൽ ലില്ലി വശഫഖി വനഹ്വി ദാലിക, നൈല് കണ്ടു, ഷഫഖ് അസ്തമന ശോഭ കണ്ടു, അങ്ങനെയൊക്കെയാണ് തീരുമാനിക്കുക. എന്നാൽ വയസിഹു അൻ യകൂന അൻ ത്വരീഖിൽ ഹിസാബ് വൽ ആലാത്തി ദഖീഖ, കണക്ക് കൊണ്ടും അതേപോലെ സൂക്ഷ്മമായ ഉപകരണങ്ങൾ കൊണ്ടും ആകാവുന്നതാണ്. എപ്പോൾ ഇദാ ഉരിഫത് ഇസ്വാബത്തുഹാ, അതെല്ലാം കൃത്യമായ കണിശമായ അതിന് ശരി പാലിക്കുന്നവയാണ് എന്ന് അറിയപ്പെട്ടതാണെങ്കിൽ. ഏതൊരു കലണ്ടർ ഇട്ട് ആ കലണ്ടർ നോക്കി ബാങ്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മളെന്തിനാണ് നമ്മുടെ കലണ്ടർ തന്നെ പള്ളിയിൽ വേണം, അത് നോക്കി തന്നെ ബാങ്ക് വിളിക്കുന്നത്, വാശി വിളിക്കുന്നതാണ്. അത് സംഘടനാപക്ഷമായിട്ടല്ല, നേരെ മറിച്ച് നമുക്കൊരു അത്രയും ബോധ്യമുള്ളതാണ്. സൂക്ഷ്മത പാലിച്ചുകൊണ്ട് പരമാവധി അതൊക്കെ അന്വേഷിച്ചും ഉറപ്പെടുത്തുന്നതിനായിരിക്കും നമ്മുടെ ആളുകൾ ഈ കലണ്ടർ തയ്യാറാക്കിയത്. മറ്റു പല കലണ്ടറൊക്കെ വരുമ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മളെ കലണ്ടർ കണ്ടാൽ നമുക്ക് ഒരു സമാധാനമായി, നമ്മളെ കലണ്ടറിൽ വാങ്ങുന്ന ടൈം ഇതാണ്, അതേതായാലും നമുക്ക് ഫോളോ ചെയ്യാം എന്ന് പറഞ്ഞു. തെറ്റാണെങ്കിലോ അതിന് അതോറിറ്റിയെ വിളിച്ചു പറഞ്ഞാൽ തിരുത്താൻ തയ്യാറാവും. നമുക്ക് ബോധ്യപ്പെട്ടു അതിൽ കൊടുത്ത ടൈം ശരിയല്ല, അതിന് അതോറിറ്റി വിളിച്ച് പറയാം അതിനെ കൊടുത്ത് ശരിയല്ലല്ലോ, ആ കണക്ക് ഇപ്പം എങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞാൽ ഓക്കെ, അതുപോലെ അംഗീകരിക്കുകയും തിരുത്തുകയും ചെയ്യും. എന്നാൽ പല കലണ്ടറും ഒരു പക്ഷേ ആ സൂക്ഷ്മമൊന്നും ഇല്ലാതെ വെറുതെ ഒരു പ്രസിഡന്റ് ഏൽപ്പിച്ചു, ഓരോ കലണ്ടർ അടിച്ചു കൊടുത്തു, ഏതെങ്കിലും ഒരു സമയം എടുത്തിട്ട് കൊടുത്തു, അത്തരം കലണ്ടറുകൾ ഉണ്ടാവാം. അപ്പം അതുകൊണ്ട് അത് ശരിയാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അത്തരം ഉപകരണങ്ങളെ നമുക്കവിടെ അവലംബിക്കാം. മിൻ ഖാലാത്തി വൽ ഇസ്തിർലാബി അൽ മഅറൂഫത്തി ഖദീമൻ, പഴയ കാലത്ത് ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങളൊക്കെ അന്നൊക്കെ. വസൗത്ത് ദീക്കിൻ മുജറബിൻ, അതേപോലെ പിന്നെ അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ട കോഴിയുടെ ശബ്ദം പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നു. സ്ഥിരമായി ആ സമയത്ത് കൂകുന്നൊരു കോഴി, അതാണ് ദീക്കുൽ മുജറബ്. എല്ലാ കോഴിയും പറ്റൂല, എല്ലാ കോഴിയുമല്ല, ദീക്കുൽ മുജറബ്, മുജറബായ തജ്രിബയുള്ള കോഴി. ആ കോഴി സ്ഥിരമായി ബാങ്ക് ടൈം ആകുമ്പോൾ കൂവലുണ്ട് എങ്കിൽ ആ കൂക്ക് കേട്ടു, പള്ളിയിൽ നിന്ന് ബാങ്കൊന്നും കേട്ടില്ല. അപ്പം നമുക്ക് മനസ്സിലായി കോഴി കൂവി, ആ കോഴി സാധാരണ സമയത്ത് കൂവലുള്ളൂ എങ്കിൽ അത് നമുക്ക് ഒരു അസുരായി സ്വീകരിക്കാം അത്തരം സ്ഥലത്ത്. അതെ കോഴി പ്രമാണമാണത്. ജറത് ഇസ്വാബത്തുഹു ഫീ സിയാഇഹി ലിൽ വഖ്തി, സമയത്ത് കൂവുക എന്നതിൽ അത് ശരി പിന്തുടരുന്നുണ്ട് എന്നത് പതിവായ കാര്യമാണ്. അങ്ങനെ മുജറബായ പരീക്ഷിച്ചറിഞ്ഞൊരു കോഴിയാണ് എങ്കിൽ ആ കോഴി നമുക്ക് അവലംബമാക്കാം. വാച്ചുകൾ, കലണ്ടറുകൾ അൽ മഅറൂഫത്തി ഫീ ഹാദൽ അസ്ർ, ഇക്കാലത്ത് ഇന്ന് പരിചയമുള്ള സുപരിചിതമായ വാച്ച്, ക്ലോക്ക്, കലണ്ടർ, ഈ ഡിജിറ്റൽ ക്ലോക്ക്, ഇതൊക്കെ നമുക്ക് അവലംബിക്കാം. ഇതൊന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ ഒരു വടിയുടെ കുത്തിവെക്കുക, നൈല് നോക്കുക, നബിൻ്റെ കാലത്ത് ഇപ്പം അങ്ങനല്ലേ എന്ന് പറയേണ്ടതുണ്ടോ?
ഇല്ല. സമയമായാൽ മതി. സമയമായി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്ക് നിസ്കരിക്കാം. അപ്പൊ സമയമായി എന്ന് അറിയാൻ നമുക്ക് എന്തെല്ലാം സംവിധാനമുണ്ടോ ആ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താം. ഒരു കാര്യം കൂടി ഉണർത്തൽ നല്ലതാണ്. ഇലാ അന്നഹു ലാ തസിഹു സ്വലാത്തു ഇല്ലാ ബഅദ തയഖുനി മിൻ ദുഖൂലി വഖ്തിഹാ. സമയം പ്രവേശിച്ചുവെന്ന് യഖീനായ ശേഷമല്ലാതെ നിസ്കാരം സ്വഹിയാവുകയുമില്ല. സമയമായോ ഇല്ലേ സംശയം നമ്മൾ നിസ്കരിക്കുക. ഏതായാലും ഇപ്പോൾ ആയിട്ടുണ്ടെങ്കിൽ ആയില്ലെങ്കിൽ ഇല്ല, അത് നോക്കണ്ട, പറ്റില്ല. സമയമായി നമുക്ക് ബോധ്യപ്പെടണം, ഉറപ്പായി. പിന്നെ മനസ്സിലായി അത് തെറ്റിയിരുന്നു, അത് പ്രശ്നമില്ല. നമുക്ക് ബോധ്യപ്പെട്ടാണ് നിസ്കരിച്ചത്. ഒരു ബാങ്ക് കേട്ടു, അപ്പം നമ്മൾ നിസ്കരിച്ചു. പിന്നെ മനസ്സിലായി അത് പള്ളിക്ക് ഔദ്യോഗിക ബാങ്കാണ്, വേറെ ആരോ അവിടുന്ന് കൊടുത്തതാണ്, മൈക്ക് ടെസ്റ്റ് ചെയ്താണ്. ഇത് പിന്നെ മനസ്സിലായത് അത് നിർവാഹമില്ല. നമുക്ക് ബോധ്യമായി ശേഷമേ നിസ്കരിക്കാം. ഫമൻ സ്വല്ലാ ശാക്കൻ ഫീ ദുഖൂലിൽ വഖ്തി ലം തസ്ഹഹ സ്വലാത്തുഹു. ഒരാൾ നിസ്കരിച്ചു എങ്ങനെ? ശാക്കൻ, സംശയാലുവായിക്കൊണ്ട്. ഫീ ദുഖൂലിൽ വഖ്തി, സമയം പ്രവേശിക്കുന്ന വിഷയത്തിൽ സംശയാലുവായിക്കൊണ്ട് ഒരാൾ നിസ്കരിച്ചു എങ്കിൽ ലം തസ്ഹഹ സ്വലാത്തുഹു, നിസ്കാരം സ്വഹിയാവുകയില്ല. സമയമായോ ഇല്ലേ എന്ന സംശയത്തിലാണ് ഒന്ന് നിസ്കരിച്ചത്. എന്നാൽ നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോൾ സമയമായിട്ടുണ്ട് എന്നാലും പറ്റില്ല. ഉറപ്പാകണം, സമയമായി എന്നവന് ഉറപ്പാവണം, യഖീനാവണം. വഹാദാ മുജ്മഉൻ അലൈഹി, ഇക്കാര്യത്തിൽ ഇജ്മാ ഉണ്ട്. ലിഅന്നൽ അസ്ല അദമു ദുഖൂലിൽ വഖ്തി, കാരണം സമയമായോ ഇല്ലേ അസ്ൽ എന്താണ്? സമയമായിട്ടില്ല എന്നാണ്. അസ്ൽ സമയമായിട്ടില്ല എന്നാണ്. പിന്നെ സമയമാകുമ്പോഴാണ് അറിയിപ്പുണ്ടാവുക. അപ്പൊ സമയമായിട്ടില്ല എന്ന അസ്ലാണ്. ആ അസ്ലിൽ നിന്ന് മാറി സമയമായി എന്നേക്ക് കടക്കണമെങ്കിൽ ഒരു യഖീൻ വേണം. അസ്ല് സമയമായിട്ടില്ല, അത് യഖീനാണ്. ഇപ്പൊ ഇശാന് സമയമായിട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ല, അത് നമുക്ക് യഖീനാണ്. ഇനി സമയമായി എന്നത് മറ്റൊരു യഖീൻ കിട്ടണം. ശക്ക് പോരാ. നമ്മൾ നേരത്തെ ബോർഡ് എഴുതി പഠിപ്പിച്ചാണ് അൽ യഖീനു അൽ യഖീനു ലാ യസൂലു ബിശ്ശക്കി. യഖീന് ശക്ക് കൊണ്ട് നീങ്ങുകയില്ല. ഇപ്പോൾ ഇശാന് സമയമായിട്ടില്ല, അത് യഖീനാണ്. ഒരാൾ ചോദിക്കുക ആയിട്ടില്ല, തെളിവ് എന്താന്ന്? തെളിവ് വേണ്ട, ആയിട്ടില്ല തെളിവ് വേണ്ട, ആയി എന്ന് സ്ഥാപിക്കാനാണ് തെളിവ് വേണ്ടത്. ഇപ്പൊ ആയിട്ടില്ല, തെളിവ് എന്താ? ആയിട്ടില്ല തന്നെ ആയി എന്നുണ്ടെങ്കിൽ തെളിയിക്ക്. അവൻ പറഞ്ഞു ആയിട്ടില്ല തെളിയിക്ക്, അത് തെളിയിക്കണ കടമ നമുക്കില്ല. അപ്പൊ അസ്ല് ഇല്ലാതാണ്, അജമാണ് അസ്ല്. ഇനി ആയി എന്ന് പറയണമെങ്കിൽ അതിന് യഖീന് വേണം. അപ്പോൾ സംശയം, സമയമായോ ആയില്ലേ? അപ്പൊ അസ്ല് എന്താണ്? ആയിട്ടില്ല. അതുകൊണ്ട് വാപ്പ നിസ്കരിച്ചാൽ കൂട്ടില്ല. അപ്പൊ ആയി എന്ന് യഖീനാവണം, അതാണ്. ഇല്ലായ്മയാണ് അസ്ൽ. ലിഅന്ന അൽ അസ്ല അദമു ദുഖൂലിൽ വഖ്തി, സമയമാവാതിരിക്കുക എന്നതാണ് അസ്ൽ. ഫലാ തുഅദ്ദ സ്വലാ ഇല്ലാ ബഅദ തയഖുനി മിൻ ഹുസൂലി ശർത്തിഹാ, ഒരു ഷർത്തെല്ലാം ഉണ്ടായിക്കഴിഞ്ഞു എന്ന് യഖീനായ ശേഷമല്ലാതെ നിസ്കാരം നിർവഹിക്കാവതല്ല. 1413 വയുസ്തസ്നാ മിൻ ദാലിക, എന്നാൽ ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന ചില സാഹചര്യമുണ്ട്. അതെന്താണ്? അയ്യതഅദ്ദറൽ ഇൽമു ബിദുഖൂലിൽ വഖ്തി, സമയമായി എന്ന് അറിയാൻ ഒരു നിർവാഹവുമില്ല, അത് പ്രയാസമാണ്. എങ്ങനെ? ലിഅദമിൽ ഖുദ്റതി അലാ മുശാഹദത്തി ദലായിലി, ദലീലുകളൊന്നും നോക്കാനുള്ള ഒരു കഴിവില്ല. അയാളുടെ വാച്ചില്ല, അയാളുടെ കയ്യിൽ ക്ലോക്കില്ല, ഫോൺ വിളിച്ചു നോക്കാൻ ഫോണില്ല, അയാൾ സൂര്യനെ കാണുന്നില്ല, അയാൾ ഒരു അടച്ചിട്ട റൂമിലായിരിക്കാം. ഒരു അടച്ചിട്ട ഇരുട്ട് റൂമിൽ ഒരാൾ ഒരു ജയിലിൽ കിടക്കുകയാണ്. പുറം ലോകം കാണാതെ ഒരാൾ ജയിലിൽ കിടക്കുകയാണ്. അയാൾക്ക് സമയം അറിയാൻ സംവിധാനമില്ല, വാച്ചില്ല, ക്ലോക്കില്ല, രാവും പകലും ഒന്നേക്ക് അറിയുന്നില്ല. അയാളെ സംബന്ധിച്ച് സമയമായോ ഇല്ല എന്ന് അറിയാൻ ഒരു വഴിയും അയാളുടെ മുമ്പിൽ ഇല്ല. അത്തരം ഘട്ടത്തിൽ ഫഇന്നഹു യക്തഫി ഹീനഇദിൻ ബിഗലബത്തിൽ ളന്നി, അവിടെ ഗലബത്തുൽ ളന്നി മതി, യഖീന് വേണ്ട. ഒരു മികച്ച ധാരണ, ഏതാണ്ട് ഒരിങ്ങനെ കണക്കൂട്ടി നോക്കുമ്പോൾ ഇപ്പം സമയം ആയിട്ടുണ്ടാകും എന്ന് പറഞ്ഞ ഏകദേശം ഒരു ധാരണ. കഴിഞ്ഞ നിസ്കരിച്ചതും അവിടെ ഇങ്ങനെ ആലോചിച്ച് പിടിച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ഇങ്ങനെ ഒരു ധാരണ പ്രകാരം സമയമായിട്ടുണ്ട്, അത് പ്രകാരം നിസ്കരിച്ചു എങ്കിൽ അത് മതി. കാരണം അതല്ലാത്തൊരു വഴി
അവനില്ല. ഖിയാസൻ അലൽ ഫിത്രി ലിഗലബത്തിൽ ദന്നി ഇൻദൽ ഗൈമി. മേഘം മൂടുമ്പോൾ ഗലബത്തുൽ ദന്നി വെച്ച് നോമ്പ് തുറക്കുന്ന പോലെ തന്നെ മഗ്രിബിന്റെ സമയത്ത് നല്ല കാർമേഘമാണ്. സൂര്യ അസ്തമിച്ചോ ഇല്ലെന്ന് അറിയാൻ ഒരു വഴിയുമില്ല, ബാങ്കൊന്നും കേൾക്കുന്നുമില്ല, വാച്ച് സമയം അറിയാൻ വാച്ച് സംവിധാനങ്ങളുമില്ല. എങ്കിൽ ഏതാണ്ട് സൂര്യാസ്തമിച്ചിട്ടുണ്ടാകും, മഗ്രിബ് ബാങ്ക് വിളിച്ചിട്ടുണ്ടാകും എന്ന ധാരണയിൽ അയാൾക്ക് നിസ്കരിക്കാതെ മാത്രമല്ല അയാൾക്ക് നോമ്പ് തുറക്കുകയും ചെയ്യാം. അതുപോലെ തന്നെയാകുന്നു ഇതും എന്നാണ്. അപ്പൊ എന്തിനാണ് ഈ നോമ്പ് ഖിയാസാക്കിയത്? നിസ്കരിക്കാം എങ്ങനെ? ഖിയാസൻ അല അൽ ഫിത്രി എന്നാണ് പറഞ്ഞത്. നോമ്പ് തുറക്കൽ ഖിയാസാക്കാം. കാരണം നോമ്പ് തുറക്കൽ ഹദീസ് വന്നതാണ്. സമയമായി എന്ന മികച്ച ധാരണ പ്രകാരം നോമ്പ് തുറക്കാൻ അനുവദിച്ചത് ഇമാം ബുഖാരി ഹദീസിൽ വന്നിട്ടുണ്ട്. അത് പ്രകാരം നിസ്കരിച്ചതോ ഹദീസ് വന്നിട്ടില്ല. അപ്പം നോമ്പ് പറ്റുമെങ്കിൽ ഹദീസും പറ്റും. അതാണ് ഖിയാസൻ അലൽ ഫിത്ർ, ഫിത്റിലേക്ക് ഖിയാസാക്കിക്കൊണ്ട് എന്ന് പറഞ്ഞത്. മിക്കവാറും അധിക ഇബാദത്തുകളിലും വലബത്തുൽ തന്നെ പറ്റുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ചില ഇബാദത്തുകളിൽ വലബത്തുൽ തന്നെ പറ്റുകയില്ല, അവിടെ യഖീൻ തന്നെ വേണ്ടി വരും എന്നാണ് പൊതുവേ ഇബാദത്തിന്റെ വിഷയത്തിൽ നമുക്കുള്ളത്. അവിടെ യഖീൻ അല്ലാതെ പറ്റില്ല. ഇപ്പോൾ തവാഫ് ചെയ്യുമ്പോൾ സംശയം 7 ആയോ ഇല്ലേ, ഓനെ ഏതാണ്ട് ധാരണ 6 ആയിട്ടുണ്ടെന്നാണ്. പക്ഷെ സംശയം അഥവാ 5 ആവോ, അവിടെ വലബത്തുൽ തന്നെ പോരാ. അവിടെ അവന് അസ്ലമുക്ക് ഏറ്റവും ഉറപ്പുള്ള ഏതാണോ അതെടുത്തിട്ട് പിന്നെ ബാക്കി പൂർത്തിയാക്കണം. നിസ്കരിക്കുമ്പോൾ സംശയം, മഗ്രിബ് 3 നിസ്കരിച്ചു, അത് രണ്ടാമത്തെ ആണോ ഇത്? എങ്കിൽ 3 ആയിട്ടുണ്ടാകും, പോരാ. ഏതാണ്ട് ധാരണ 3 ആയിട്ടുള്ളതാണ്, എന്നാലും സംശയം 2 ആയിട്ടുള്ളൂ എങ്കിൽ ആ സംശയത്തെ നമ്മൾ പിടിക്കണം. അസ്ല ഇല്ല എന്നാണ്. ഇപ്പം 2 ആയി ഉറപ്പാണ്, 3ാമത്തെ ആയോ ഇല്ല സംശയമാണ്, അപ്പം ആയിട്ടില്ല എന്നാണ് അസ്ല്. അത് പ്രകാരം 2 ഉറപ്പിച്ചിട്ട് അവൻ 3ാമത്തെ റക്അത്ത് നിസ്കരിക്കും. അപ്പം അവിടെ ഒന്നും വലബത്തുൽ തന്നെ പോരാ, അവിടെ യഖീൻ തന്നെ ആവശ്യമുണ്ട്. എന്നാൽ തർജീഹിന് ഇങ്ങനെ പ്രാമുഖ്യം നൽകാൻ ഒരു വകുപ്പും ഇല്ലാത്തതാണ് ഈ പറഞ്ഞത്. അപ്പം ഈ പറഞ്ഞത് തന്നെ സമയമായത് അറിയാൻ യാതൊരു വഴിയും അവന് മുമ്പിലില്ല. അങ്ങനത്തെ സ്ഥലത്ത് മാത്രമാണ് വലബത്തുൽ തന്നെ പ്രകാരം അമൽ ചെയ്യാമെന്ന് പറഞ്ഞത്. ഇനി 1414 മസ്അല, വലാ യജിബു അലാ മൻ സ്വല്ല ബിമൂജബി വലബത്തുൽ ദന്നി ഇആദത്തു സ്വലാം. മികച്ച ധാരണ പ്രകാരം ഒരാൾ നിസ്കരിച്ചു, പിന്നീട് അയാൾക്ക് മനസ്സിലായി ഞാൻ നിസ്കരിച്ചപ്പോൾ സമയമായിരുന്നില്ല. അയാൾ പല നിലക്കും നോക്കി ആലോചിച്ചു, അയാൾക്കൂടെ ചെയ്യാൻ പറ്റാവുന്ന രൂപത്തിലൊക്കെ അയാൾ ഒരു റിസർച്ചൊക്കെ ചെയ്തിട്ട് അയാൾക്ക് ധാരണയായി സമയമായിട്ടുണ്ട്. അയാൾ നിസ്കരിച്ചു, നിസ്കാരം കഴിഞ്ഞ് പോയിട്ട് പിന്നെ അയാൾക്ക് മനസ്സിലായി അപ്പം സമയമായിട്ടുണ്ടായിരുന്നില്ല. സ്വയം നിസ്കരിച്ചാണ് പോയി, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഒരാളെ കണ്ടപ്പോൾ സമയത്തായി ചോദിച്ചു. അപ്പം നോക്കുമ്പോൾ വാങ്ങ് കൊടുത്ത് 5 ആയിട്ടുള്ള ആ സമയം നോക്കുമ്പോൾ അപ്പം ഞാൻ നേരത്തെ നിസ്കരിച്ചത് ബാങ്കിന് മുമ്പാണ്. എന്നാൽ ആ നിസ്കാരം ഇനി മടക്കലേക്ക് നിർബന്ധമുണ്ടോ? ഇല്ല. കാരണം ആ സമയത്ത് അയാൾക്ക് എന്താണോ ബാധ്യത അത് പ്രകാരം അയാൾ നിർവഹിച്ചു കഴിഞ്ഞു. അയാളുടെ ബാധ്യത പ്രകാരം നിർവഹിച്ചു കഴിഞ്ഞു. ഇനി അയാൾ 2ാമത് നിസ്കരിക്കണോ? അത് വേണ്ട. ശർഈയായി അനുവാദമുള്ള കാര്യമാണ് അവൻ ചെയ്തത്. വലം യതബയ്യൻ ഖതഉഹു, അതിൻ്റെ ഖത ബോധ്യപ്പെട്ടിട്ടുമില്ല. അതില്ല, അത് വളരെ കാര്യം. ശർഈയായി അവനോട് ചെയ്യാൻ എന്താണോ കൽപ്പന അതവൻ ചെയ്തു. സമയമായത് ഉറപ്പാണെന്ന് പറഞ്ഞു, ഉറപ്പിക്കാൻ അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുമൊക്കെ ചെയ്തു. ഓനെ ഏതാണ്ട് ഒരു ബോധ്യമായി ഓൻ നിസ്കരിച്ചു. അപ്പം അവനോട് എന്താണോ ഇസ്ലാം ആവശ്യപ്പെട്ടത് അവൻ ചെയ്തു കഴിഞ്ഞു. അത് പിന്നീട് അബദ്ധമായി പോയി മനസ്സിലായാൽ അത് ഓൻ്റെ ഭാഗത്ത് വീഴ്ചയല്ലോ, അതുകൊണ്ട് അവൻ അത് മടക്കി നിസ്കരിക്കേണ്ടതില്ല. നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ ധാരണ ഉണ്ട്, തൈമം ചെയ്ത് നിസ്കരിച്ചാൽ പോലും പിന്നെ അത് മടക്കി നിസ്കരിക്കണം. അതേപോലെ ജമ്മാക്കി നിസ്കരിച്ചാൽ പോലും രോഗികളെ കാണാം, അസുഖമൊക്കെ മാറി വീട്ടിൽ ചെന്നിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ കിടന്ന് എല്ലാ ദിവസവും നിസ്കാരം ഒന്നാകെ കളാവ് കിട്ടും. അതൊന്നും വേണ്ട. ആയിക്കോട്ടെ, ജപമൂത്രത്തിൽ പൈപ്പുണ്ടാവും, അതേപോലെ രക്തത്തിൽ ട്യൂബ് ഉണ്ടാവും, പരിജാതി രക്തം ശരീരത്തിലുണ്ടാവും, ഒക്കെ ആയിക്കോട്ടെ. ആ സമയത്ത് അവനോട് എങ്ങനെയാണോ അത് നിസ്കരിക്കാൻ കൽപ്പിച്ചത് അങ്ങനെ നിസ്കരിച്ചു.
നിൽക്കാൻ വേണ്ടി ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇരുന്നിട്ടുണ്ട്. ഞാൻ നിൽക്കാൻ കഴിഞ്ഞിട്ടും ഇരുന്ന് നിസ്കരിച്ചാലോ? പറ്റൂല. നിൽക്കാൻ കഴിയും, അപ്പോൾ ഇരുന്ന് നിസ്കരിച്ചു. അപ്പോൾ പറ്റൂല. കാരണം എന്താണ്? ആ സമയത്ത് ബാധ്യതയുള്ളത് ചെയ്തിട്ടില്ല. നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് ഇരുന്ന് നിസ്കരിച്ചു. ഇരുന്ന് നിസ്കരിച്ച് നിസ്കാരമൊക്കെ സലാം വീട്ടി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആശ്വാസമായി. നിൽക്കാനേ കഴിയും, എന്നാൽ രണ്ടാമത് നിസ്കരിക്കുക, അത് വേണ്ട. ആ സമയത്ത് അവൻ എന്താണോ ബാധ്യത, ആ ബാധ്യത അവൻ നിർവഹിച്ചു. ഈ സമയത്താണോ നിസ്കരിക്കണമെങ്കിലോ ബാധ്യത മാറും. അത് നേരത്തെ ചെയ്തതിന് ഇപ്പം രണ്ടാമത് ചെയ്യേണ്ട കാര്യമില്ല. വലാ യുഅ്മറുൽ മുസ്ലിമു ബിഅദാഇൽ ഇബാദത്തി മർറതൈനി. ഒരു ഇബാദത്ത് രണ്ട് പ്രാവശ്യം നിർവഹിക്കാൻ ഒരു മുസ്ലിം കൽപ്പിക്കപ്പെടുകയില്ല. അതാണ് ഒരു ഇബാദത്ത് ഒരു പ്രാവശ്യം, അതാണ് ഫർള്. അതവൻ ചെയ്തു. അത് ചെയ്യുമ്പോൾ അവനോട് എന്താണോ പാലിക്കാൻ പറഞ്ഞത് അവൻ പാലിച്ചു. ഇനി അത് രണ്ടാമത് ആവർത്തിക്കാൻ കൽപ്പന ഇല്ല. ഇല്ലാ ഇൻ തബയ്യന അന്നഹു സ്വല്ലാ ഖബ്ലൽ വഖ്തി ഫയുഈദു ലിഅന്നനാ തയഖന്ന അന്നഹാ ഫഅലത് ഖബ്ല വഖ്തിഹാ. എന്നാൽ സമയത്തിന് മുമ്പ് നിസ്കരിച്ചുവെന്ന് ബോധ്യപ്പെട്ടെങ്കിലല്ലാതെ, സമയത്തിന് മുമ്പ് നിസ്കരിച്ചു ബോധ്യപ്പെട്ടു, സമയം ബാക്കിയുണ്ട്, അവിടെ അല്ലാതെ ഈ ബാധ്യത ഇല്ല. കാരണം എന്താ? അപ്പോൾ ഉറപ്പായല്ലോ അവൻ വക്തിന് മുമ്പ് നിസ്കരിച്ചു എന്ന്. ആ ഉറപ്പാകുമ്പോൾ ഓക്കെ. ഉറപ്പാകാത്ത കാലത്തോളം പിന്നീട് അവൻ എപ്പോഴെങ്കിലും തോന്നിയതിൻ്റെ പേരിൽ അവിടത്തേക്ക് മടങ്ങേണ്ടതില്ല. അല്ലാഹു അഅലം. അതെ, പിന്നെ നോക്കേണ്ട കാര്യമില്ല. ഇവിടെ ബാധ്യത ചെയ്തിട്ടുണ്ട്. സമയത്തിന് മുമ്പാണ് ബോധ്യപ്പെട്ടാൽ ഇത് അപ്പോഴും സംശയം തന്നെയാണ്. അത് കാര്യമാക്കേണ്ടതില്ല. ഒരു നിസ്കാരം കഴിഞ്ഞിട്ടും പിന്നെ ഒരു വിശ്വാസം സമയം ആയിട്ടുണ്ടാവോ ഇല്ലേ, ഇത് വേണ്ടാമോ നമ്മൾ നിസ്കരിക്കണോ, അത് വേണ്ട. ഒരു ബോധ്യമായി അത് നിസ്കരിച്ച സമയത്തിന് മുമ്പാണ് എങ്കിലും ഓക്കെ. അപ്പോൾ ആ നിസ്കാരം ഷർത്ത് ശരിയായിട്ടില്ല, അപ്പോൾ രണ്ടാമത് നിസ്കരിക്കണം. അപ്പോൾ രണ്ടാമത്തെ ഷർത്ത് സമയമാകലാണ്. ഒന്നാമത്തെ ഷർത്ത് പറഞ്ഞത് ഒന്ന് ത്വഹാറത്ത്, ശുദ്ധീകരണം. രണ്ട് സമയമാവുക. മൂന്നാമത് സിത്രുൽ ഔറ, അതാണ് അടുത്ത ബാബ്. അൽ ഫസ്ലു സാദിസ് അശ്ശർതു സാലിസ് സിത്രുൽ ഔറ ഔ സത്രുൽ ഔറ. മൂന്നാമത്തെ ഉപാധ്യായം, ആറാമത്തെ ഉപാധ്യായം. ബാബ് ഷുറൂത്തു സ്വലാ, നിസ്കാര ഷർത്തുകൾ. അതിലെ ഫസ്ല് ഉപാധ്യായമാണ്. ആറാമത്തെ ഉപാധ്യായം മൂന്നാം ഷർത്ത് ഔറത്ത് മറക്കൽ. അതാണ് മൂന്നാമത്തെ നിബന്ധന. أجمع أهل العلم على اشتراط ستر العورة للصلاة. أجمع أهل العلم, പണ്ഡിതന്മാർ ഇജ്മാ ആയിരിക്കുന്നു. അലസ്തിറാത്തി സത്ർ ഔറത്തി സ്വലാ, നിസ്കാരത്തിന് ഔറത്ത് മടക്കൽ ഷർത്താണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാരുടെ ഇജ്മാ ഉണ്ട്, ഏകോപനമുണ്ട്. ലിഖൗലിഹി തആല, തെളിവ് ഖുർആനിലെ വചനമാണ്. യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ. അല്ലാഹു തആല പറഞ്ഞു, ആദമിൻ്റെ മക്കളെ, എല്ലാ പള്ളിയുടെയും സമീപത്ത് അഥവാ എല്ലാ നിസ്കാരത്തിൻ്റെയും അവസരത്തിൽ നിങ്ങൾ അലങ്കാരം സ്വീകരിക്കണം. ഖുദൂ സീനതകും, നിങ്ങൾ അലങ്കാരം നിങ്ങൾ സ്വീകരിക്കണം എന്ന് അല്ലാഹു പറഞ്ഞു. അതാണ് ഇതിന് തെളിവ്. അതുപ്രകാരം അവിടുത്തെ മടക്കൽ ഷർത്താകുന്നു. ചുരുക്കം ചില പണ്ഡിതന്മാരെങ്കിലും ഇവിടെ അവിടുത്തെ മടക്കൽ എന്ന വാക്കിനേക്കാൾ നല്ലത് അവിടെ സീനത്ത്, അലങ്കാരം സ്വീകരിക്കൽ എന്ന ഷർത്ത് ആ നിലക്ക് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. കാരണം ഈ മടക്കാൻ പറഞ്ഞ എല്ലാം അവിടത്താണോ, നമ്മൾ മടക്കാൻ കൽപ്പിച്ചതെല്ലാം അവിടത്താണോ അല്ലേ, അതിൽ ഖിലാഫുകളുണ്ട്. അപ്പം അത് പ്രകാരം ചില പണ്ഡിതന്മാർ സത്രുൽ ഔറ, അവിടുത്തെ മടക്ക എന്നല്ല ഉപയോഗിക്കാൻ നല്ലത് ഇത്തിഖാദു സീന. കാരണം ഖുർആൻ ഉപയോഗിച്ച വാക്യം എന്താണ്? ഖുദൂ സീനതകും എന്നാണോ, നിങ്ങൾ അലങ്കാരം സ്വീകരിക്കണം. ആയത്തിറങ്ങാൻ പശ്ചാത്തലമുണ്ട്. ജാഹിലിയ്യ കാലത്ത് ആളുകൾ കഅബയിലേക്ക് തവാഫിന് വരുമ്പോൾ നഗ്നരായി വരുമായിരുന്നു. മുസ്ലിമീങ്ങൾ വരാറുള്ളത് നഗ്നരായിക്കൊണ്ടായിരുന്നു, ഒന്നും ധരിക്കാതെ. കാരണം നമ്മുടെ വസ്ത്രങ്ങളൊക്കെ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് എല്ലാ വേണ്ടാത്തരങ്ങളും ചെയ്യുന്ന വസ്ത്രമാണ്. കൊലപാതകം നടത്തും, അതേപോലെ മോഷ്ടിക്കാൻ പോകും, ആൾക്കാരെ പറ്റിക്കും. ഇതൊക്കെ ചെയ്യുമ്പോഴത്തെ ഡ്രസ്സല്ലേ. ആ ഡ്രസ്സ് തവാഫ് ചെയ്യാൻ വന്നാൽ ആ തവാഫ് സ്വീകരിക്കൂല. അതല്ലാത്ത ഡ്രസ്സോ
അതൊരിടത്തില്ല, എല്ലാ ഡ്രസ്സും അങ്ങനത്തെ ഉള്ളൂ. അപ്പം അവർ തീരുമാനിച്ചെന്താണ്, എന്നാൽ പിന്നെ വസ്ത്രം വേണ്ട. കാരണം ഈ വസ്ത്രം എടുത്ത് അള്ളാഹത്തേക്ക് ചെല്ലാൻ പറ്റൂല, അത് അള്ളാഹെ പേടിയുണ്ട്. അതുകൊണ്ട് വസ്ത്രം ഒഴിവാക്കി നഗ്നരായിക്കൊണ്ട് തവാഫ് ചെയ്യും. അങ്ങനെ ഒരു തീരുമാനിച്ചു, പുരുഷന്മാർ പകൽ തവാഫ് ചെയ്യുക, സ്ത്രീകൾ രാത്രിയും തവാഫ് ചെയ്യാം. പകൽ സ്ത്രീകൾക്കില്ല, രാത്രി പുരുഷന്മാർക്കില്ല. അങ്ങനെയായിരുന്നു നബി തങ്ങൾ വരുന്ന കാലത്തൊക്കെ മക്കത്തെ തവാഫ് നഗ്നരായിക്കൊണ്ട്. അപ്പം എത്രയാണ് പോലെ ഇഖ്ലാസ്. ഇവിടെ നാട്ടിലെ എല്ലാ മനുഷ്യന്മാരും നഗ്നരായി അവിടെ വരണമെങ്കിൽ എന്നാലെങ്കിലും ഈ തവാഫ് അല്ലാഹ് സ്വീകരിക്കണം എന്നുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹം കൊണ്ടാണല്ലോ. എന്നാണ് ഓരെ പറ്റി നമ്മൾ മുസ്ലിക്ക് വരുന്നത്. അവിടെ അല്ലാഹ് ആ വിഷയത്തുള്ള ആയത്തിറക്കിയത് ഖുദൂ സീനതക്കും ഇൻദ കുല്ലി മസ്ജിദ്, പള്ളിയുടെ അടുത്തേക്ക് അലങ്കാരം സ്വീകരിക്കണം, അഥവാ നല്ല വസ്ത്രം ധരിക്കണം. വെറും വസ്ത്രമല്ല, ആ വസ്ത്രം അല്പം കുറച്ചൊക്കെ നല്ല വെടുപ്പും വൃത്തിയുമുള്ള വസ്ത്രമൊക്കെ ആവണമെന്ന സൂചന കൂടി സീനത്ത് എന്ന വാക്കിൽ ഉൾക്കൊള്ളുന്നുണ്ട്. മാത്രവുമല്ല അവിടുത്തെ അല്ലാത്ത ചില ഭാഗം കൂടി മറക്കാൻ പ്രോത്സാഹിപ്പിച്ചു. അതുകൊണ്ട് കൂടിയാണ് സീനത്ത് എന്ന പദം ഉപയോഗിച്ചത് എന്നും ചൂണ്ടിക്കാണിക്കുന്നവരുണ്ട്. വല്ലാഹു അഅലം. ഇനി 1416 യസിഹു അൻ യകൂന സാതിറു ലിൽ ഔറത്തി ഫി സ്വലാ മിൻ ജമീഇ അൻവാഇ സിയാബ്. നിസ്കാരത്തിൽ മറക്കുന്ന വസ്ത്രം, അവിടുത്തെ മറക്കുന്ന വസ്ത്രം ഏത് തരം വസ്ത്രവുമാവാം, ഇന്നതേ പറ്റുള്ളൂന്നില്ല, ഇന്ന കോട്ടനാവണം അല്ലെങ്കിൽ ഇന്നതാവണം എന്നില്ല. വസ്ത്രമായാൽ മതി, അത് ഏതിനമായാലും. മിനൽ ജുലൂദി വമിനൽ വറഖി വമിനൽ ഹശീശിൽ മൻസൂജി വനഹവി ദാലിക് മിമ്മാ യസ്തുറു ലൗനൽ ബശറ. തോലിൻ്റെ വസ്ത്രം അല്ലെങ്കിൽ ഇല കൊണ്ടുള്ള വസ്ത്രങ്ങൾ, പുല്ല് കൊണ്ടുള്ള വസ്ത്രങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഏതും അവിടുത്തെ മറക്കാൻ പറ്റാവുന്ന തൊലിയുടെ നിറം മറയുക, അതാ വേണ്ടത്. ലൗനൽ ബശറ, തൊലിയുടെ നിറം മറയണം. ആ നിൽക്ക് ഏതുമാകാം. വഹാദ മുജ്മഉൻ അലൈഹി, അത് ഇജ്മാ ഉള്ള കാര്യമാകുന്നു. ലിഅന്നൽ മുറാദ സത്റുൽ ഔറ, ഉദ്ദേശം അവിടുത്തെ മറക്കാത്തതാണ്. ഉദ്ദേശത്തിലുള്ള അവിടുത്തെ മറക്കുക. ഫഇദാ സുത്റത് ബിഅയ്യി സാത്രിൻ അജ്സഅ, അവിടെ മറക്കാവുന്ന എന്തുകൊണ്ട് മറച്ചാലും മതി. വസ്ത്രം ധരിക്കുക എന്നതല്ല ഉദ്ദേശം. ഉദ്ദേശം അവിടുത്തെ മറക്കാവുന്നതാണ്. അപ്പം അവിടുത്തെ മറയാൻ എന്താണോ സ്വീകരിക്കാൻ പറ്റുക അതൊക്കെ സ്വീകരിക്കാം. എന്നാൽ യജിബു അൻ യകൂന ഹാദ സാതിറു മിമ്മാ ലാ യുറാ മിൻ വറാഇഹി ലൗനു ജസദിഹി, ആ മറക്കാൻ ഉപയോഗിക്കുന്ന എന്താണോ അതിനപ്പുറത്തു കൂടെ തൊലിയുടെ നിറം കാണാത്തതാവൽ നിർബന്ധമാണ്. വസ്ത്രമെടുത്താലും കംപ്ലീറ്റ് നൈലിച്ചിങ്ങനെ കാണുന്നുണ്ട് എങ്കിൽ അവിടുത്തെ മടച്ചു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ തുണിയെടുത്തു എന്ന് പറയാം, പക്ഷെ അവിടുത്തെ മടച്ചു എന്ന് പറയാൻ പറ്റുകയില്ല. لأن الشفاف لا يحقق ما شرع الستر من أجله, എന്തിനാണോ മറക്കൽ നിയമമാക്കിയത് ആ ലക്ഷ്യം ഇത്തരം നിർമ്മയായ വസ്ത്രം കൊണ്ട് നേടാൻ കഴിയുകയില്ല. അതുകൊണ്ട് തുണിയെടുക്കുക എന്നുള്ളതല്ല ഷർത്ത്, അവിടുത്തെ മറക്കാനാണ് ഷർത്ത്. ഒരു വസ്ത്രം ഉടുത്താലും ഉടുക്കാത്ത പോലെയാണ്, എല്ലാം നരിച്ച് കാണുന്നു എങ്കിൽ ഒരു അവിടുത്തെ മറച്ചു പറയാൻ പറ്റില്ല. തുണിയെടുത്ത് വസ്ത്രം ധരിച്ചത് പറയാം, പക്ഷെ ആ വസ്ത്രം കൊണ്ട് അവിടുത്തെ മറഞ്ഞിട്ടില്ല. എന്നാൽ വസ്ത്രം ധരിച്ചിട്ടില്ല, മറ്റെന്തെങ്കിലും ധരിച്ചു, അവിടുത്തെ മറഞ്ഞു മതി. അപ്പം അവിടുത്തെ മറയിലാണ് ലക്ഷ്യം, അത് നടന്നാൽ മതി എന്നർത്ഥം. ولهذا അടുത്ത മസ്അല فإنه لو وضع المصلي على عورته زجاجا ترى منه البشرة لم تصح صلاته. അപ്പോൾ ഒരാൾ ഒരു ഗ്ലാസ് ഇങ്ങനെ ഇട്ടു, ശരീരത്തിൽ മൊത്തം ഒന്നാകെ ഒരു ഗ്ലാസ്സിനുള്ളിൽ ഇങ്ങനെ കയറിക്കുകയാണ്, കംപ്ലീറ്റ് ഇങ്ങനെ പുറത്തുനിന്ന് ഉഷാറായി കാണാം. അപ്പോൾ ഓരോ മറച്ചകളോ വെച്ചിട്ടുണ്ടെങ്കിൽ മറച്ചിട്ടുണ്ട്, മറഞ്ഞകളോ പറഞ്ഞിട്ടില്ല, അത് മതിയാവുകയില്ല. ഇവർക്ക് വരും പുതിയ പുതിയ പല മോഡലും ഇപ്പം അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്ലാസ് ഏത് ടൈപ്പായാലും ശരി, അവരൊക്കെയാണ് സുജാജു സമീക്കൻ വഹാദ മുജ്മഉൻ അലൈഹി, ഏത് തരം കട്ടിയുള്ള ഗ്ലാസോ അല്ലാത്ത ഗ്ലാസ്സൊക്കെ ആയിക്കോട്ടെ, അതിലൂടെ അവരുടെ ശരീരഭാഗങ്ങൾ പുറത്തു നോക്കിയാൽ കാറ്റ് കാണാം, എന്നാലും പറ്റുകയില്ല. അതിനെ പറഞ്ഞ് ലൗനൽ ബശറ, തൊലിയുടെ നിറം മറയണം. അപ്പോൾ തൊലിൻ്റെ നിറം കാറ്റ് കാണുന്നുണ്ട് എന്നാൽ പറ്റൂല.
അവിടുത്തെ മടച്ചിട്ടില്ല അർത്ഥപ്പോൾ വസ്ത്രം എടുത്തിട്ടുണ്ട് അവിടുത്തെ മടച്ചിട്ടില്ല. അതേപോലെ 1419 മൻ വദഅ അലാ ഔറതിഹി ലിബാസൻ മുഹൽഹിലൻ നസ്ജി ബിഹൈസ് യുറാ മിൻ വറാഇഹി ഷൈഉൻ കസീറുൻ മിന ഔറ. അതായത് അതിൻ്റെ തയ്ച്ചത് കൃത്യമല്ലാത്തൊരു വസ്ത്രം, അവിടെ ഇവിടൊക്കെ തുന്നിവിട്ട് ഒക്കെയുള്ള വസ്ത്രം അതിലൊരാൾ ധരിച്ചു. അതിലൂടെ അവൻ്റെ അവിടുത്തെ നല്ലൊരു ഭാഗം പുറത്ത് കാണും. വസ്ത്രം കെട്ടിണ്ട്, പക്ഷെ പല ഭാഗത്തും തുന്നിവിട്ടതാണ്, കീറിയതാണ്. അതിലൂടെയൊക്കെ ശരീരത്തിന് പല ഭാഗങ്ങളും കാണുന്നുണ്ട്. എന്നാലും പറ്റില്ല. കാരണം അവിടുത്തെ മൊത്തം മറച്ചിട്ടില്ല, അതുകൊണ്ട് അത് മതിയാവുകയില്ല. ഇനി യുസ്തളത്തു ഫീ സാത്രിൽ ഔറത്തി ഐ യശ്മില അൽ മസ്തൂറ ഇമ്മാ ബിലബ്സിൻ ഔ ഗൈരിഹി. ധരിക്കുന്നത് എന്താണെങ്കിലും അത് ധരിക്കപ്പെടുന്ന എല്ലാത്തിനെയും കവർ ചെയ്യുന്ന, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതായിരിക്കണം. കുറച്ച് ഭാഗം മറച്ചു കുറച്ച് ഭാഗം ഓപ്പണായി അത് പറ്റില്ല. എല്ലാ ഭാഗത്തെയും അത് ഉൾക്കൊള്ളുന്നതാവണം. കാരണം അപ്പോഴാണല്ലോ മറച്ചു എന്ന് പറയുക. ഒരു മുക്കാലും മറച്ചിട്ടുണ്ട്, ബാക്കി കാലിൻ്റെ മുട്ടിന് തൊട്ട് മേലേക്ക് ഇങ്ങനെ പിന്നെ ബാക്കിയാണ്. എങ്ങനെയാണ് അവിടുത്തെ മറച്ചു എന്നതിനെ കുറിച്ച് പറയാം. അവിടുത്തെ ഒരു ഭാഗം മറച്ചു എന്ന് പറയാം. അപ്പം എല്ലാ ഭാഗവും മറക്കണം, അപ്പോഴേ അവിടുത്തെ മറച്ചു എന്ന് ആവുകയുള്ളൂ. ഇനി യുസ്തറത്തു ഫി സാത്രി ഐ യസ്തുറ ഔറത മിന അഅ്ല വ മിനൽ ജവാനിബി. വസ്ത്രം ധരിക്കുമ്പോൾ മറ്റൊരു നിബന്ധന, ഈ മറക്കുന്ന വസ്ത്രം ആയിരിക്കണം ഐ യസ്തുറ ഔറത മിന അഅ്ല, വസ്ത്രത്തെ മുകളിൽ നിന്നും മറക്കണം. വ മിനൽ ജവാനിബി, സൈഡുകളിൽ നിന്നും മറക്കണം. സൈഡ് നോക്കിയാൽ കാണൂല, പക്ഷെ മേൽ നോക്കിയാൽ കാണും ചെയ്യും. അങ്ങനത്തെ വസ്ത്രമാണെങ്കിൽ പറ്റുകയില്ല. ലിഅന്ന ഹാദ ദൂനൽ അസ്ഫലി, താഴത്തുനിന്നല്ല. താഴത്ത് നോക്കിയാൽ കാണും. നമ്മളൊക്കെ തുണിയെടുത്താൽ ഒരാൾ താഴത്ത് നോക്കിയാൽ ചിലപ്പോൾ കാണും. നിസ്കരിക്കുമ്പോൾ ഇപ്പോൾ കട്ടനമ്മ കയറി നിസ്കരിക്കുകയാണ്, ഒരാൾ അടി കിടന്നിങ്ങനെ മേപ്പെട്ട് നോക്കിയാലോ ഒരാ അവിടുത്തെ പലതും കാണാൻ പറ്റും. അത് തെറ്റില്ല. അത് സാധാരണഗതിയിൽ ഒരു നോക്കപ്പെടുന്ന രീതിയല്ല. എന്നാൽ ഒരു വസ്ത്രം മറച്ചിട്ടുണ്ട്, പക്ഷേ പിന്നെ ഒരു ഭാഗം ഒരു ബട്ടൺസ് ഇടുന്ന തരത്തിലൊരു പാൻറ്റാണ്, മുന്നേ നോക്കിയാൽ അവിടെ കാണും, സൈഡ് നോക്കിയാലോ കാണൂല, പറ്റൂല. മേളം നോക്കിയാൽ കാണും, സൈഡ് നോക്കിയാൽ കാണൂല, അതും പറ്റില്ല. അപ്പം മുകളിൽ നിന്നും ഭാഗങ്ങളിൽ നിന്നും മറയണം, താഴ്ഭാഗത്ത് നിന്ന് മറയേണ്ടതില്ല. താഴ്ഭാഗത്ത് നിന്ന് എല്ലാ വസ്ത്രം കൊണ്ട് മറക്കാൻ കഴിയണം എന്നില്ല. لأن هذا هو ما دلت عليه صفة لبس السترة الواردة في الشرع. ഷറഈൽ വന്ന അവിടുത്തെ മടക്കാൻ ഉപയോഗിക്കേണ്ടതായി പറഞ്ഞ അതേക്കുറിച്ചുമായി നോക്കിയാൽ ഇങ്ങനെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വഅലൈഹി, ഇത് പ്രകാരം فإنه لو صلى في قميص أو غيره وهو يرى عورة نفسه من جيب هذا القميص لم تصح صلاته. ഒരാൾ കുപ്പായിട്ട് നിസ്കരിച്ചു, ഒരു വലിയൊരു കുപ്പായിട്ട് നിസ്കരിച്ചു, ഇവിടെ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഓനെ കാണാം, ഓനെ കംപ്ലീറ്റ് പറ്റൂല. അതാണ് അവന് മിൻ ജൈബി ഹാദൽ ഖമീസ്, ഇതിൻ്റെ ഈ തുറന്ന ഭാഗം ജൈബതാണ്, ജൈബ് പറയാം, അതിലൂടെ നോക്കിയാൽ അവൻ്റെ അവിടുത്തെ അവന് കാണാം, എങ്കിൽ നിസ്കാരം സഹിയാവുകയില്ല. അപ്പൊ പറഞ്ഞത് ഏതായാലും അവിടുത്തെ മറക്കണം, എല്ലാ ഭാഗവും മറയണം, തൊലിയുടെ നിറം മറയുന്ന രൂപത്തിലുള്ള വസ്ത്രമാകണം, അത് മുകൾ ഭാഗത്തു നിന്നും മറയണം, അതേപോലെ മറ്റു ഭാഗങ്ങളിൽ നിന്നും മറയണം, താഴ്ഭാഗത്ത് നിന്ന് മറയേണ്ടതില്ല, മറയണമെന്നില്ല. അപ്പൊ അത് പ്രകാരം അലൈഹി 422 വഅലൈഹി ഫഇന്നഹു ലൗ സല്ല ഫീ ഖമീസിൻ ഔ ഗൈരിഹി, ഒരു നീളക്കുപ്പായമിട്ട് അല്ലെങ്കിൽ മറ്റൊരു വസ്ത്രം ധരിച്ചുകൊണ്ട് അയാൾ നിസ്കരിച്ചു. വഹുവ യറാ ഔറത നഫ്സിഹി, അവൻ്റെ ഔറത്ത് അവന് കാണാം. മിൻ ജൈബി ഹാദൽ ഖമീസ്, ആ ഖമീസിൻ്റെ മാറിലൂടെ, അവിടെ ജൈബല കീശല്ല, ഇതിനാ പറയാം, ഈ തുറന്ന ഭാഗം മാറ്, അതിലൂടെ അവൻ്റെ അവിടത്തവന് കാണാം. എങ്കിൽ ലം തസിഹ സ്വലാത്തുഹു, അവിടെ നിസ്കാരം
സ്വഹിയാവുകയില്ല. ലിമാ റുവിയ അൻ സലമത്ത് ബിൻ അക്വഅ ഖാല, തെളിവെന്താണ്? സലമത്ത് ബിൻ അക്വഅ പറയുന്നു, ഖുൽതു ലിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിയോട് പറഞ്ഞു, അകൂനു അഹ്യാനം ഫി സ്വൈദി ഫഉസല്ലി ഫി ഖമീസി, നബിയെ പലപ്പോഴും ഞാൻ വേട്ടയാടാൻ പോകും, അങ്ങനെ അതിനിടയ്ക്ക് നിസ്കാര സമയമാകുമ്പോൾ ഞാൻ എൻ്റെ ആ കുപ്പായം ധരിച്ചുകൊണ്ട് അങ്ങ് നിസ്കരിക്കും. അപ്പോൾ എന്താ നബി ചെയ്യാതെ മതിയോ എന്ന് അദ്ദേഹം നബിയോട് ചോദിക്കുകയാണ്. വേട്ടയാടാൻ പോകുമ്പോൾ ആ ഇട്ട കുപ്പായം ഇട്ടുകൊണ്ട് ഞാൻ നിസ്കരിക്കാറുണ്ട്. ഫഖാല സുർറഹു വലം തജിദ് ഇല്ലാ ഷൗക, നീ അതിനെ എന്ത് ചെയ്യുക, ഇങ്ങനെ എന്താ പറയുക, തുന്നിക്കൂട്ടുക, ഒരു മുള്ള് മാത്രമേ ലഭിക്കുള്ളൂ, അതുകൊണ്ടെങ്കിലും വേറൊന്നും കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ വായം കണ്ട് എടുത്ത് മൂടിയിട്ട് ഒരു മുള്ളവിടെ കുത്തിയേക്കാൻ പറ്റും, എന്നാൽ അങ്ങനെയെങ്കിലും നീ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പം ഈ ഹദീസ് പ്രകാരം ഈ മുകൾ ഭാഗത്തൂടെ നോക്കിയാൽ അവിടുത്തെ അയാളെങ്കിലും കാണുന്നുവെങ്കിൽ പോലും അയാൾ നിസ്കാരം സ്വഹിയാവുകയില്ല. അന്നഹു ഹീന ഇരിൻ ലം യസ്തുർ ഔറതഹു, കാരണം ആ സമയത്ത് അയാൾ അവിടുത്തെ മറച്ചിട്ടില്ല എന്ന് പറയാം. ഒരു അന്നഹു ലം യരിദ് ദലീലുൻ, മാത്രമേ തെളിവൊന്നും വന്നിട്ടുമില്ല, യദുല്ലു അല തസാമുഹി ഫി അദ്മി സത്രിൽ ഔറതി മിനൽ അഅ്ലാ, മുകൾ ഭാഗത്തിലൂടെ അവിടുത്തെ വെളിവാക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിട്ടുവീഴ്ച ചെയ്യുന്ന തെളിവൊന്നും വന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആ നിലക്ക് ആയിക്കൂടാ, മുകളിൽ നിന്നും മറയണം, ഭാഗങ്ങളിൽ നിന്നും മറയണം. ഇനി അവിടുത്തെ മറച്ചു നിസ്കരിക്കുകയാണ്, അതിനിടയിൽ അവിടുത്തെ വെളിവായി കാറ്റടിച്ചു, തുണി ഒന്നങ്ങ് പാറി, അല്ലെങ്കിൽ എവിടെ നിന്ന് സുജിതുക്കായപ്പോൾ തുണിയുടെ കീറി, എനിക്ക് വരാമല്ലോ, അവിടുത്തെ വെളിവായി എങ്കിൽ എന്താണ്? ഇതെങ്കഷഫ ഷൈഉൻ മിൻ ഔറതി ഫി സ്വലാ, നിസ്കാരത്തിൽ അവിടുത്തെ വല്ലതും വെളിവായാൽ, വകാന യസീറൻ, അത് വളരെ കുറച്ചായിരുന്നു, ഖദ്റൻ ഔ സമാനൻ, കുറച്ച് തന്നെ, ഒന്നുകിൽ ഖദ്ർ തോതിൽ അല്ലെങ്കിൽ സമയത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു കുറഞ്ഞ സമയം, ഒന്ന് തുണിയുണ്ട് പാറി അപ്പം അയാൾ ശരിയാക്കി, അധിക സമയമൊന്നും വെളിവായിട്ടില്ല, അല്ലെങ്കിൽ ചെറിയൊരു ഭാഗം, ചെറിയൊരു ഓട്ടം, അങ്ങനെ അവിടുത്തെ കാണുന്നതിന് പറയാൻ മാത്രമൊന്നുമില്ല, എന്നാൽ സൂക്ഷിച്ച് നോക്കിയാൽ ചെറിയൊരു ഓട്ടം ഉണ്ട്. അതാണ് ഖദ്റൻ ഔ സമാൻ എന്നുള്ളത്. ഒരു വെളിവായ ഖദ്ർ തോത് നോക്കുമ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ, അല്ലെങ്കിൽ വെളിവായ സമയം നോക്കുമ്പോഴും വളരെ കുറച്ചേ ഉള്ളൂ, എങ്കിൽ ഫഹുവ മഅഫുവ്വുൻ അൻഹു, അതിന് അഫ്വ് നൽകപ്പെടും. അത് പ്രശ്നമില്ല. അത് ഏത് കാര്യത്തിലും വയഅഫു ഖലീൽ എന്നുള്ള പൊതുവായി ഖുർആനിൽ പറഞ്ഞാണ്, ഖലീലിന് മാപ്പുണ്ട്. ഏത് കാര്യത്തിലും അല്പമാണോ അതിന് വിട്ടുവീഴ്ചയുണ്ട്. ഫലാ യഫ്സിദു സ്വലാ ഔ ഫലാ യുഫ്സിദു സ്വലാ, നിസ്കാരം ഫസദാവുകയില്ല. വഹാദാ ഖൗലുൽ ജുംഹൂർ, ഇതാണ് ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം. തെളിവെന്താണ്? ലിമാ റവൽ ബുഖാരിയു അൻ അംർ ഇബ്നു സലമ ഫീ ഖിസ്സത്തി ഇസ്ലാമി ഖൗമിഹി, ഇമാം ബുഖാരി ഉദ്ധരിച്ച സംഭവമുണ്ട്. അംർ ഇബ്നു സലമ തൻ്റെ ഖൗമ് ഇസ്ലാമിലേക്ക് വന്ന കഥ പറയാണ്. അംർ ഇബ്നു സലമ സ്വഹാബിയാണ്. അദ്ദേഹത്തിന് ജനത ഒന്നാകെ ഇസ്ലാം സ്വീകരിച്ച ഒരു കഥ അദ്ദേഹം പറയുന്നത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, അതിൽ പറയാം, വിശദമായി പറയുന്ന കഥ അതിൽ ഒരു ഭാഗമാണ്. ഫതഹിന്റെ ആളുകൾ അഥവാ മക്ക ഫതഹിന്റെ ആ സമയം വന്നപ്പോൾ ബാദറ കുല്ലു ഖൗമിൻ ബി ഇസ്ലാമിഹിം, എല്ലാ സമൂഹം, എല്ലാ ഖൗമും ഇസ്ലാമിലേക്ക് വേഗത്തിൽ ഇങ്ങനെ വന്നു. വബദറ അബി ഖൗമി ബി ഇസ്ലാമിഹിം, എൻ്റെ പിതാവ് എൻ്റെ ഖൗമിനേക്കാൾ മുമ്പേ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എൻ്റെ ഖൗമ് പിന്നെ മാറിയത്, എൻ്റെ ഖൗമ് മൊത്തം മാറുന്ന മുമ്പ് എൻ്റെ വാപ്പ ആദ്യം ഇസ്ലാം സ്വീകരിച്ചു, പിന്നെയാണ് എൻ്റെ ഖൗമ് ഒന്നിച്ച് മാറുന്നത്. ഫലമ്മ ഖദിമ, അങ്ങനെ വാപ്പ നബിനൊക്കെ പോയി കണ്ട് അവിടെ ഇസ്ലാമൊക്കെ സ്വീകരിച്ച് അവിടെ ദീനൊക്കെ പഠിച്ച് വാപ്പ വരികയാണ് ഇങ്ങോട്ട്. വന്നപ്പോൾ വാപ്പ പറഞ്ഞു, ജിഅ്തുകും വല്ലാഹി മിൻ ഇൻദിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ്ഖാ, ഞാൻ വരുന്നത് ഹക്കായ ഒരു നബിയുടെ പക്കലിലാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ കേൾക്കണം, ഇവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചിട്ടപ്പോഴേക്ക്, പക്ഷെ ഞാനിപ്പോൾ നബിനെ കണ്ട് നബിയിൽ നിന്ന് ദീനൊക്കെ പഠിച്ചു വരികയാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് വാപ്പ പ്രഖ്യാപിച്ചു. ഫഖാൽ, അങ്ങനെ വാപ്പ പറഞ്ഞു, സ്വല്ലു സ്വലാത്ത കദാ ഫീ ഹീനി കദാ വസല്ലു സ്വലാത്ത കദാ ഫീ ഹീനി കദാ, ഇന്ന സമയത്ത് ഇന്ന നിസ്കാരം നിസ്കരിക്കണം, ഇന്ന സമയത്ത് ഇന്ന നിസ്കാരം നിസ്കരിക്കണം, ഇതൊക്കെ നബിക്ക് പഠിപ്പിച്ചെന്നാണ് എന്ന് പറഞ്ഞ അദ്ദേഹം ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഫൈദാ ഹദറത്തി സ്വലാ, നമസ്കാര സമയമായാൽ
ഫൽയുഅദ്ദിൻ അഹദുക്കും, നിങ്ങൾ ഒരാൾ ബാങ്ക് വിളിക്കണം. വൽയഉമ്മക്കും അക്സറുക്കും ഖുർആന, നിങ്ങളെ കൂട്ടത്തിൽ ആരാണോ ഖുർആൻ അധികവും അറിയുക അവർ ഇമാം നിൽക്കണം എന്നൊക്കെ വാപ്പോൽക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ നിസ്കാര സമയമായപ്പോൾ ഫനളറു, അവിടെ നോക്കി, ഫലം യകുൻ അഹദുൻ അക്സറ ഖുർആനം മിന്നി, ആ കൂട്ടത്തിൽ എന്നെക്കാൾ ഖുർആൻ അറിയുന്ന ആരും ഉണ്ടായിരുന്നില്ല. എങ്ങനെ എനിക്ക് ഖുർആൻ പറഞ്ഞത്? ലിമാ കുന്തു അതലഖാ മിന റുക്ബാൻ, ഞാൻ യാത്രാ സംഘങ്ങളിൽ നിന്നെല്ലാം ഖുർആൻ അങ്ങനെ കേട്ടുപഠിക്കുമായിരുന്നു. ഓരോ യാത്രാ സംഘം വരുമ്പോഴൊക്കെ അവരോടൊക്കെ ഞാൻ അങ്ങനെ ഓതുന്നത് കേൾക്കും, അത് ഞാൻ പഠിക്കും. അങ്ങനെ എനിക്കാ കൂട്ടത്തിൽ കുറച്ചും കൂടി ഖുർആൻ അറിയുക. അതുകൊണ്ട് ഫഖദ്ദമൂനി ബൈന ഐദീഹിം, ഒരു ഇന്ന ഇമാമുർത്തി. കാരണം നബി പറഞ്ഞാണല്ലോ നിങ്ങൾ കൂടെ ഖുർആൻ അറിയുന്ന ആളെ ഇമാമുർത്തണം. അപ്പം നോക്കുമ്പോൾ ഞാനാണ് കൂട്ടത്തിൽ ഖുർആൻ അറിയുന്ന ആള്. അങ്ങനെ എന്നെ ഇമാമുർത്തി. വഅന ഇബ്നു സിത്തിൻ ഔ സബ്ഇ സിനീന, എനിക്കത് 6-7 വയസ്സ് പ്രായമേ ആയിട്ടുള്ളൂ. ആ സമയത്ത് 6 വയസ്സ് അല്ലെങ്കിൽ 7 വയസ്സ് ആണ് എനിക്കുള്ളത്. പക്ഷെ ഓരോ യാത്രാ സംഘം വരുമ്പോഴും അവരൊക്കെ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ ഞാനതൊക്കെ പഠിക്കും. അങ്ങനെ എനിക്ക് ഖുർആൻ നന്നായി പഠിഞ്ഞു. അതുകൊണ്ട് എൻ്റെ അത്ര മറ്റൊരു അറിയില്ല. അപ്പോൾ എന്നെ ഇമാം നിർത്തി. അപ്പം എന്ത് മനസ്സിലായി? 6 വയസ്സായ കുട്ടിനെ ഇമാമ നിർത്താം എന്നുകൂടി മനസ്സിലായല്ലോ. എന്ന് മാത്രമല്ല, വക്കാനത്ത് അലയ്യ ബുർദ, എനിക്കുണ്ടായിരുന്ന ഒരു പുതപ്പാണ്. സ്കരിക്കുമ്പോൾ ഉടുക്കാൻ എനിക്കുള്ള വസ്ത്രം ഒരു പുതപ്പായിരുന്നു. കുന്തു ഇദാ സജത്തു തഖല്ലസത് അന്നി, ഞാൻ സുജൂദിലേക്കാണ് പോയാൽ ഈ പുതപ്പ് ഇങ്ങനെ വലിയും. പുതപ്പെടുത്ത് സ്കരിക്കാം. അപ്പം അത്ര വലിപ്പമില്ല, പുതപ്പ് അത്ര ഇതും വലിപ്പമില്ല. സുജൂദിക്ക് പോകുമ്പോൾ എൻ്റെ ചന്ദിൻ്റെ അവിടുന്ന് ഇങ്ങനെ പുതപ്പ് ഇങ്ങോട്ട് വലിഞ്ഞു പോരും. ഫഖാലത്തിംറഅ മിൻ ഹയ്യി, അപ്പം ആ ഗോത്രത്തിൽ നിന്നുള്ള ഒരു സ്ത്രീ പറഞ്ഞു, അലാ തഖ്തു അന്ന ഇസ്തഖാരിക്കും, നിങ്ങളെ ഇമാമിൻ്റെ ചന്തൊന്ന് മറച്ചു കൊടുത്തുകൂടെ വെച്ചു. 6 വയസ്സായ കുട്ടിയാണല്ലോ. അപ്പം ഈ കുട്ടി ഇമാമിക്കുന്നു, സുജൂദിക്കാൾ പോകുമ്പോൾ കാണാൻ ഈ പുതപ്പാട് നീങ്ങും. അപ്പം സ്ത്രീകൾ ബാക്കിലാണല്ലോ. അപ്പോൾ സ്ത്രീ പറയാണ്, നിങ്ങളെ ഓത്തുകാരൻ ഇമാമിനാണ് ഉദ്ദേശിച്ചത്, അയാളെ പിന്നെ ഇസ്ത് അയാളെ ചന്തി ഒന്ന് മടച്ചുകൂടെ നിങ്ങൾക്ക് എന്ന് ഒരു പെണ്ണവിടുന്ന് പറഞ്ഞു. ഫഷ്തറു, അങ്ങനെ ഓലക്കപ്പാടെ കൂടിയിട്ട് ഒരു വസ്ത്രം വാങ്ങി. ഫഖതഊരി ഖമീസ, എനിക്ക് കുപ്പായൊക്കെ ഓല ഇന്നൊക്കെ പാടെ സംഘടിപ്പിച്ച് അതിനൊക്കെ മുറിച്ചൊരു കുപ്പായൊക്കെ ഉണ്ടാക്കി തന്നു. അങ്ങനെ ഫമാ ഫരഹിതു ബിശൈഇൻ ഫരഹി ബിദാലിക്കൽ ഖമീസ്, എനിക്ക് ആ കുപ്പായം കിട്ടിയ അത്ര സന്തോഷം വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അന്നത്തെ കാലത്താണല്ലോ. അപ്പോൾ ചെറിയ കുട്ടിയാണ്, ഒരു കുപ്പായം കിട്ടിയപ്പോൾ വലിയ സന്തോഷമായി. അപ്പം ഈ കഥ അദ്ദേഹം പറയാണ്. അപ്പം ഇതിനെന്ത് മനസ്സിലായി? അവിടുത്തെ അല്പം വെളിവായാൽ ഒരു ചെറിയ സമയത്തേക്കാണെങ്കിൽ നിസ്കാരം ബാത്തിലാവുകയില്ല. അതപ്പോൾ നമ്മുടെ തെളിവ്. ഒരുപാട് വിഷയം ഇതിനുണ്ട്. പക്ഷെ അവൻ ഇപ്പം അവിടെ കിട്ടിയ തെളിവ് ഇതേ സുജൂദിക്കാണ് പോകുമ്പോൾ വസ്ത്രാൽപ്പം നീങ്ങുന്നു. അപ്പം അവിടുത്തെ വെളിവായല്ലോ. അപ്പം അതുകൊണ്ട് നിസ്കാരം ബാത്തിലാകുമെങ്കിൽ രണ്ടാം നിസ്കരിക്കാൻ പറയണമായിരുന്നു. അതുണ്ടായിട്ടില്ല. മാത്രമല്ല അവിടുത്തെ വെളിവായി എന്ന് മാത്രമല്ല, ബാക്കിയുള്ള മഅ്മൂമികൾ വരെ അത് കണ്ടും ചെയ്തു. എന്നിട്ടാണ് പിരിവെടുത്തിട്ട് ഒരു കുപ്പായം ഉണ്ടാക്കി കൊടുത്തത്. അപ്പം അങ്ങനെ ഒരു അല്പസമയത്തേക്കൊന്ന് വസ്ത്രം നീങ്ങിപ്പോയി എന്നതുകൊണ്ട് മാത്രം ബാത്തിലാവുകയില്ല, വളരെ കുറഞ്ഞ സമയമാണെങ്കിൽ. അത് ഇതിൽ നിന്ന് മനസ്സിലാവും. എന്നാൽ അമ്മ ഇൻകിഷാഫ് ത്വവീല, എന്നാൽ അവിടുത്തെ വെളിവായത് ദീർഘമായിട്ടാണെങ്കിൽ, ഔകാൽ മുൻകശിഫു കസീറ, ആണെങ്കിൽ ഒരുപാട് ഭാഗം വെളിവായി എങ്കിൽ, ഫഇന്ന സ്വലാത്ത തബ്തുലു ബിദാലിക, അപ്പം നിസ്കാരം ബാത്തിലാവും. അവിടുത്തെ വെളിവായി കുറേ നേരം അവിടുത്തെ വെളിവായിക്കൊണ്ടുണ്ടായത് എങ്കിൽ പറ്റൂല. അല്ലെങ്കിൽ നല്ലൊരു ഭാഗം ഒന്നാകെ വെളിവായിട്ടുണ്ട് എന്നാലും പറ്റുകയില്ല. ലിഅന്നഹു ലാ യുഅദ്ദു സാത്രൻ ലിഔറത്തിഹി, കാരണം അപ്പോൾ പിന്നെ അവിടുത്തെ മടച്ചു അയാളെക്കുറിച്ച് പറയാമതല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വസ്ത്രം പോരാ, കൃത്യമായി മറയുന്ന വസ്ത്രം തന്നെയാണ് ധരിക്കേണ്ടത്. എപ്പോഴേക്കും യാദൃശ്ചികമായിട്ട് ഒന്നങ്ങ് വസ്ത്രം നീങ്ങിപ്പോയി, അതുകൊണ്ട് മാത്രമേ നിസ്കാരം ബാത്തിലാവില്ല. എന്നാൽ അധികം സമയം അവിടുത്തെ വെളിവായാലോ അവിടുത്തെ നല്ലൊരു ഭാഗം ഒന്നാകെ വെളിവായാലോ ആ നിസ്കാരം ബാത്തിലാകുമെന്ന് കണക്കാക്കാം. വല്ലാഹു അഅലം. ഇനി ആ വസ്ത്രത്തിന് ഉണ്ടാവേണ്ട മറ്റു സവിശേഷതയാണ്. അവിടുത്തെ മടച്ചാൽ മതി,
എന്നാലും നല്ല വസ്ത്രമാവുക, വൃത്തിയുള്ളതാവുക, മാന്യമായ വസ്ത്രമാവുക, അതൊക്കെ ഷർത്തല്ലെങ്കിലും അതൊക്കെ ഇതിലൊരു അഭികാമ്യമായ കാര്യമാണ്. ഏതെങ്കിലും കിട്ടി കൊടുത്തിട്ട് പള്ളിക്കുക എന്നുള്ളതല്ല, ഉള്ളതിൽ നല്ലതൊക്കെ എടുത്തിട്ട് വേണം നിസ്കരിക്കാൻ വരാൻ എന്നൊക്കെയുള്ള മസലകളാണ് ഇനിയുള്ള ചർച്ചകൾ വരുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നമുക്ക് എടുക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല പഠിച്ചത് പ്രകാരം അമൽ ചെയ്യാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീന ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.